children, let us do the lesson बड़े भाई साहब। मेरे भाई साहब मुझसे 5 साल बड़े लेकिन केवल 3 ദർജെ ആകെ. അപ്പോൾ റൈറ്റർ പറയാണ് റൈറ്ററിൻ്റെ ബിഗ് ബ്രദർ അവനേക്കാളും 5 ഇയേഴ്സ് എൽഡർ ആയിരുന്നു. പക്ഷേ ക്ലാസ് വൈസ് നോക്കുകയാണെങ്കിൽ 3 സ്റ്റാൻഡേർഡ് മാത്രമാണ് മുന്നിലായിരുന്നത്. उन्होंने भी उसी उम्र में पढ़ना शुरू किया था जब मैंने शुरू किया, लेकिन तालीम जैसे महत्व के मामले में वह जल्दबाजी से काम लेना पसंद न करते थे. അപ്പോൾ റൈറ്റർ പറയാണ് ഞാനും അവരും ഒപ്പരാണ് പഠിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ബ്രദർ ആണെങ്കിലോ ഈ എഡ്യൂക്കേഷൻ എന്നൊക്കെ താലീം മീൻസ് ശിക്ഷ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സീരിയസ് ആയിരുന്നു. അതിൽ ഒന്നും വേഗം വേഗം ചെയ്യണമെന്നൊന്നും വിചാരമില്ല, ഒക്കെ മെല്ലെ ചെയ്യാനാണ് ഇഷ്ടം. इस भवन की बुनियाद खूब मजबूत डालना चाहते थे जिस पर आलिशान महल बन सके. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഫൗണ്ടേഷൻ വന്ന് ഭായ് സാബ് നല്ല സ്ട്രോങ് ആയിട്ട് ആവണമെന്നാണ് ഭായ് സാബിൻ്റെ പൂതി. അതിലാണ് ഒരു വലിയ ബിൽഡിങ് കെട്ടാനുള്ളത്. 1 साल का काम 2 साल में करते थे. അപ്പോൾ എന്താവും, 1 വർഷത്തെ പഠിപ്പ് 2 വർഷത്തിൽ നീട്ടിക്കൊണ്ടുപോകും. കഭി കഭി 3 साल भी लग जाते थे, ചിലപ്പോൾ 3 വർഷവും ആവും. बुनियाद ही पुख्ता न हो तो मकान कैसे पायदार बने. അപ്പോൾ ബുനിയാദ് മീൻസ് ഫൗണ്ടേഷൻ, പുഖ്ത മീൻസ് സ്ട്രോങ്. ഇപ്പോൾ ഫൗണ്ടേഷൻ തന്നെ സ്ട്രോങ് അല്ലെങ്കിൽ ബിൽഡിംഗ് എങ്ങനെയാണ് ഡ്യൂറബിൾ ആവുക, ഹൗ വിൽ ദ ബിൽഡിംഗ് ലാസ്റ്റ് ഫോർ എ ലോങ് टाइम. सो दैट वाज हिज थॉट, हिज बिग ब्रदर्स थॉट. मैं छोटा था, वह बड़े थे. मेरी उम्र 9 साल की थी, वह 14 साल के थे. അപ്പോൾ ലേഖക് വന്ന് ചെറുതായിരുന്നു, 9 വയസ്സായിരുന്നു. ബ്രദറിന് വന്ന് 14 ഇയേഴ്സ്. उन्हें मेरी तंबी और निगरानी का पूरा और जन्मसिद्ध अधिकार था और मेरी शालीनता इसी में थी कि उनके हुक्म को कानून समझूं. അപ്പോൾ തമ്പി മീൻസ് ചീത്ത പറയാനും വാക്ക് പറഞ്ഞ് ശാസിക്കാനും പിന്നെ ഫുൾ ടു ടേക്ക് കെയർ ഓഫ് ഹിസ് യങ്കർ ബ്രദർ. അപ്പോൾ അവരുടെ ജന്മസിദ്ധ അധികാർ മീൻസ് ഹിസ് ബർത്ത് റൈറ്റ് ആയിരുന്നു. പിന്നെ അതിന് ഒബേ ചെയ്യാൻ ഈ റൈറ്ററിൻ്റെ ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ റൈറ്ററിൻ്റെ ഡീസൻസി ശാലീനത മീൻസ് ടു ഡീസൻസി എന്തിലായിരുന്നു, ഭായി പറയുന്ന ഫുൾ ഓർഡേഴ്സിനെ ഒരു ലോ മാതിരി നോക്കി ജീവിക്കുക. അതായിരുന്നു ഈ ചെറിയ ബ്രദർ ചെയ്തിരുന്നത്, राइटर ചെയ്തിരുന്നത്. वह स्वभाव से बड़े अध्ययनशील थे. അപ്പോൾ ഈ ബഡേ ഭായി വന്ന് സ്വഭാവത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. हर दम किताब खोले बैठे रहते और शायद दिमाग को आराम देने के लिए कभी कभी कापी पर किताब के हाशियों पर चिड़ियों, कुत्तों, बिल्लियों की तस्वीरें बनाया करते थे. അപ്പോൾ എപ്പോൾ നോക്കിയാലും ബുക്കൊക്കെ തുറന്ന് ഇരിക്കുക ചെയ്യുക. എന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി എന്താക്കും, ബുക്കിൻ്റെ കോർണറിൽ ബുക്കിൻ്റെ ഒരു സൈഡിൽ പോയി ചിടിയ ബേർഡ്സിൻ്റെയോ അല്ലെങ്കിൽ ഡോഗിൻ്റെ കാറ്റിൻ്റെ എന്തെങ്കിലും ചിത്രം വരച്ച് വെക്കും. कभी कभी एक ही नाम या शब्द या वाक्य 10-20 बार लिख डालते. ചിലപ്പോൾ എന്താക്കും, ഒരേ വേർഡ് 10-20 टाइम्स എഴുതും. कभी एक शेर को बार बार सुंदर अक्षरों में नकल करते. ഇല്ലെങ്കിൽ ഒരു ഷെയർ മീൻസ് ഒരു ഫ്രേസസ് എഴുതില്ലേ, ഷായരി, അങ്ങനെ ഒരു ഷെയറിനെ തന്നെ 10-20 टाइम्स നല്ല നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി വെക്കും. कभी ऐसी शब्द रचना करते जिसमें न कोई अर्थ होता न कोई सामंजस्य. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും, അതിലൊരു മീനിങ് ഒരു സെൻസിബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. മസ്ലൻ एक बार उनकी कापी पर यह इबारत देखी. അപ്പോൾ മസ്ലൻ മീൻസ് ഫോർ എക്സാമ്പിൾ ഒരു പ്രാവശ്യം ആ റൈറ്റർ വന്ന് ആ ബിഗ് ബ്രദറിൻ്റെ കോപ്പി മീൻസ് ബുക്കിനെ പറയാം, കാപ്പിയിൽ എഴുതിയത് നോക്കി, എന്തോ എഴുത്ത് നോക്കി. എന്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നേ, സ്പെഷ്യൽ, അമീന, भाइयों, दरअसल, भाई, राधेश्याम, श्रीयुत राधेश्याम, 1 घंटे तक. इसके बाद एक आदमी का चेहरा बना हुआ था. അപ്പോൾ ഇങ്ങനെയൊക്കെ മീനിങ്ലെസ് ഒക്കെ വേർഡ്സ് ഒരു അവിടെ ഇവിടെ നോക്കിയിട്ട് ഒരു എത്തും പിടി മനസ്സിലാവാത്ത മാതിരി എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റിൽ ഒരു ആദ്മീൻ്റെ മുഖം വരച്ചിട്ടുണ്ട്. मैंने बहुत चेष्टा की कि इस पहेली का कोई अर्थ निकालूं लेकिन असफल रहा. അപ്പോൾ ഈ ലേഖക് കുറേ ട്രൈ ചെയ്തല്ലോ ഇതിൻ്റെയൊക്കെ എന്താ മീനിങ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ. ഇതൊരു റിഡിലിൻ്റെ മാതിരി നോക്കിയിട്ട് ഇതിന് എന്തെങ്കിലും മീനിങ് ഉണ്ടാവുമെന്ന് നോക്കാൻ കുറേ നോക്കി. പക്ഷേ ഹി വാസ് अनसक्सेसफुल और उनसे पूछने का साहस न हुआ. वह 9वीं जमात के थे, मैं 5वीं में. उनकी रचनाओं को समझना मेरे लिए छोटा मुँह बड़ी बात थी.
അപ്പോൾ റൈറ്റർ പറയാണ് ഞാൻ അതിപ്പോൾ ഈ സംശയം അവരോട് ചോദിക്കാൻ പറ്റൂല ഭായിനോട്. ഭായ് വന്ന് 9th സ്റ്റാൻഡേർഡിലായിരുന്നു, ഞാൻ വന്ന് 5th-ലല്ലേ, ഞാൻ ചെറിയ കുട്ടിയല്ലേ, അതൊക്കെ ചോദിക്കുന്നത് ചെറിയ കുട്ടി വലിയ വലിയ വർത്താനം ചോദിക്കുന്ന മാതിരിയാണെന്ന്. मेरा जी पढ़ने में बिल्कुल न लगता था, 1 घंटा भी किताब लेकर बैठना पहाड़ था. അപ്പോൾ റൈറ്ററിന് വന്ന് പഠിക്കാൻ തീരെ ഇഷ്ടമില്ല, പഠിക്കുന്നതിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഒരു മണിക്കൂർ പഠിക്കാനിരുന്നാലും ഒരു വലിയ മൗണ്ടൻ്റെ മാതിരിയായിരുന്നു. मौका पाते ही हॉस्टल से निकलकर मैदान में आ जाता और कभी कंकरियाँ उछालता, कभी कागज़ की तितलियाँ उड़ाता और कहीं कोई साथी मिल गया तो पूछना ही क्या. അപ്പോൾ ചാൻസ് കിട്ടിയ അവൻ എന്താക്കും, വേഗം ഹോസ്റ്റലിൽ നിന്ന്, ഇപ്പോൾ ഇവരെല്ലാവരും ഹോസ്റ്റലിലാണ്, ഈ 2 ബ്രദേഴ്സും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ ഈ റൈറ്ററിന് വന്ന് തീരെ പഠിപ്പൊന്നും അത്ര ഇഷ്ടമല്ല, കാര്യമില്ല. ചാൻസ് കിട്ടിയ വേഗം ഹോസ്റ്റലിൽ നിന്ന് പുറത്ത് ചാടി കങ്കറിയ ഉച്ചാൽത്ത, മീൻസ് ചെറിയ ചെറിയ കല്ലൊക്കെ ദൂരെ വലിച്ചെറിഞ്ഞ്, ഇല്ലെങ്കിൽ പേപ്പറിനോട് ബട്ടർഫ്ലൈ ഒക്കെ എടുത്ത് പറപ്പിച്ച്, ഇല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട് കിട്ടിയാൽ പിന്നെ പറയാനുണ്ടോ, അവർ മതിൽമ കയറിയൊക്കെ ചാടി. കഭി 4 दीवारी पर चढ़कर नीचे कूद रहे हैं, कभी फाटक पर सवार उसे आगे पीछे चलाते हुए मोटर कार का आनंद उठा रहे हैं. लेकिन कमरे में आते ही भाई साहब का वह रुद्र रूप देखकर प्राण सूख जाते. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ അവിടെ റോട്ടുമേൽ ഇറങ്ങി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, കാർ ഓട്ടുന്ന മാതിരിയൊക്കെ ഓടി അങ്ങനെ കളിക്കാൻ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഹോസ്റ്റലിലേക്ക് എത്തുമ്പം ഭായ് സാഹിബിൻ്റെ ഭയങ്കര രൂപം കണ്ട് പ്രാണൻ തന്നെ ഉണങ്ങിപ്പോണ മാതിരിയാണ്. उनका पहला सवाल यह होता, कहाँ थे. हमेशा यही सवाल इसी ध्वनि में हमेशा पूछा जाता था और इसका जवाब मेरे पास केवल मौन था. അപ്പോൾ എപ്പോൾ നോക്കിയാലും ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് ഭായ് സാഹിബ് ചോദിക്കുക, ഇതേ സൗണ്ടിൽ തന്നെ ചോദിക്കും. എപ്പോഴും എൻ്റെ അടുത്ത് ഒരേ ആൻസറാണ് ഉണ്ടാവുക, അതാണ് സൈലൻസ്, മൗൻ. न जाने मेरे मुँह से यह बात क्यों न निकलती कि मैं ज़रा बाहर खेल रहा था. അപ്പോൾ റൈറ്റർ പറയാൻ, എൻ്റെ വായന ഇങ്ങനെ തീരെ വരൂല, ഞാൻ പുറത്തൊന്ന് കളിക്കാൻ പോയതാണെന്ന് അങ്ങനെ പറയാൻ എനിക്ക് കിട്ടൂല. मेरा मौन कह देता कि मुझे अपना अपराध स्वीकार है और भाई साहब के लिए इसके सिवा और कोई इलाज न था कि स्नेह और रोष से मिले हुए शब्दों से मेरा सत्कार करें. അപ്പോൾ അവനക്ക് സൈലൻസ് അല്ലാതെ വേറെ ഒന്നും പറയാനുണ്ടാവില്ല. അപ്പോൾ ആ സൈലൻസ് തന്നെ കാണിക്കും, കുറ്റബോധമാണ്, അതുകൊണ്ടാണ് മിണ്ടാതെ നിൽക്കുന്നത്. അപ്പോൾ അത് മതിയായിരുന്നു ഭായ് സാഹിബ്ക്ക്. സ്നേഹവും ദേഷ്യത്തോടൊക്കെ കൂട്ടിയിട്ട് കുറേ വേർഡ്സ് ഇങ്ങനെ കലർന്നൊരു ഉപദേശമായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊടുക്കും. इस तरह अंग्रेज़ी पढ़ोगे तो ज़िंदगी भर पढ़ते रहोगे और एक अर्फ न आएगा. ഇപ്പോൾ ഭായ് സാബ് പറയാൻ, ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പഠിച്ചാൽ ഫുൾ ലൈഫ് ലോങ് നീ പഠിച്ചുകൊണ്ടേ നിൽക്കും, ഒരു ലെറ്ററും എനിക്ക് കിട്ടൂല. പക്ഷേ अंग्रेज़ी पढ़ना कोई हंसी खेल नहीं है कि जो चाहे पढ़ ले. नहीं, ऐरा गैरा नत्तू खैरा सभी अंग्रेज़ी के विद्वान हो जाते. അപ്പോൾ അവൻ പറയാ, ഭായ് സാബ് പറയാന്, അംഗ്രേസി പഠിക്കുന്ന ഇങ്ങനെ കളിക്കുന്ന ചിരിക്കുന്ന വർത്താനമല്ല അത്, ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അംഗ്രേസി പഠിച്ച് വലിയ വലിയ വിദ്വാന്മാരായിപ്പോവില്ല എല്ലാവരും. यहाँ रात दिन आंखें फाड़नी पड़ती है और खून जलाना पड़ता है, तब कहीं यह विद्या आती है. അംഗ്രേസി പഠിക്കുകയാണെങ്കിൽ രാത്രിയും പകലും ഒക്കെ നിന്ന് കുത്തിരുന്ന് പഠിക്കണം, കണ്ണ് പൊട്ടിച്ച് പഠിക്കണം, ഇവിടെ ചോര കത്തിക്കണം, എന്നാലേ ഈ വിദ്യ നമുക്ക് കിട്ടുള്ളൂ. और आती क्या है, हाँ कहने को आ जाती है, बड़े बड़े विद्वान भी शुद्ध अंग्रेज़ी नहीं लिख सकते, बोलना तो दूर रहा. പിന്നെ ഇത്രയും പഠിച്ചിട്ട് പറയാൻ പഠിച്ചെന്ന് പറയാം, പക്ഷെ വലിയ വലിയ വിദ്വാന്മാർ വരെ അംഗ്രേസിൽ എഴുതാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. പറയുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിലോ അതിനെ പറ്റി പറയേ വേണ്ട. और मैं कहता हूँ, तुम इतने कितने घोंघा हो कि मुझे देखकर भी सबक नहीं लेते. घोंघा मीन्स സ്നേൽ, ഒരു സ്നേലിന് എത്ര സ്ലോ ആണ്. അപ്പോൾ നീ അതിൻ്റെ മാതിരിയാണ്, എന്നെ കണ്ടിട്ടും നീ പാഠം പഠിക്കുന്നില്ലല്ലോ. मैं कितना मेहनत करता हूँ, यह तुम अपनी आँखों से देखते हो. अगर नहीं देखते तो यह तुम्हारी आँखों का कसूर है, तुम्हारी बुद्धि का कसूर है. അപ്പോൾ ഞാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇതൊന്നും നീ കാണുന്നില്ലേ. ഇത് കാണില്ലെങ്കിൽ ഇത് എൻ്റെ കണ്ണിൻ്റെ എന്തോ പ്രോബ്ലമാണ്, ഇല്ലെങ്കിൽ ഈ കുറ്റം എൻ്റെ ബുദ്ധീൻ്റെ ആണ്. इतने मेले तमाशे होते हैं, मुझे तुमने कभी देखने जाते देखा है. ഇത്രയും ഫൺ ഫെയർ ഒക്കെ ഉണ്ടാവും, ഇത്രയും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും, അതിലൊന്നും ഞാൻ പോകുന്നത് നീ കണ്ടിട്ടുണ്ടോ. रोज़ ही क्रिकेट और हॉकी मैच होते हैं, मैं पास नहीं फटकता. എന്നും ക്രിക്കറ്റും ഹോക്കി കളിയൊക്കെ നടക്കും, ഞാൻ അതിൻ്റെ അടുത്ത് കൂടി പോവില്ല.
हमेशा पढ़ता रहता हूँ, ഞാൻ എപ്പം നോക്കിയാലും പഠിച്ചുകൊണ്ടേ നിൽക്കും. उस पर भी एक एक दर्जे में 2-2 3-3 साल पढ़ा रहता हूँ. फिर भी तुम कैसे आशा करते हो कि तुम यूँ खेल कूद से वक्त गवाकर पास हो जाओगे. അപ്പം ഞാൻ ഇത്ര പഠിച്ചിട്ടും ഓരോ ക്ലാസ്സിൽ ദോ സാൽ 3-3 സാൽ അവിടെ തന്നെ നിൽക്കും. മീൻസ് ഫെയിലായി അവിടെ തന്നെ ഓരോ സ്റ്റാൻഡേർഡിൽ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് പാസ്സാവുന്നത്. പിന്നെ നീ എന്താ വിചാരിക്കുന്നത്, ഒന്നും പഠിക്കാതെ ഇങ്ങനെ ടൈം വേസ്റ്റൊക്കെ ചെയ്ത് നിന്നാൽ നീ പാസ്സാവോ. मुझे तो 2 ही 3 साल लगते हैं, तुम उम्र भर इसी दर्जे में पढ़े सड़ते रहोगे. അപ്പോൾ ഭായിസ പറയാം, എനിക്ക് പിന്നെ 1-2 വർഷം ആവുള്ളൂ, നീ ഫുൾ ലൈഫ് ലോങ് തന്നെ ഒരേ സ്റ്റാൻഡേർഡിൽ നിന്ന് സ്പോയിലായിട്ട് നിൽക്കുമെന്ന്. अगर तुम्हें इस तरह उम्र गंवानी है तो बेहतर है घर चले जाओ और मज़े से गुल्ली डंडा खेलो. दादा की गाढ़ी कमाई के रुपये क्यों बर्बाद करते हो. അപ്പോൾ ഭായി പറയാൻ, എനിക്ക് ഇങ്ങനെ തന്നെ ടൈം വേസ്റ്റ് ആകണമെങ്കിൽ നല്ലതാണ് നീ വീട്ടിൽ പോയിക്കോ, ഹോസ്റ്റലിൽ നിന്ന് നിൽക്കേണ്ട, വെറുതെ എന്തിനാ നമ്മളെ ഫാദർ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ വേസ്റ്റ് ആക്കണേ. मैं यह लताड़ सुनकर आंसू बहाने लगता. ലതാട് മീൻസ് ഈ ചീത്ത വാക്കൊക്കെ കേട്ടിട്ട് ഇവനക്ക് സങ്കടമാവുമെന്ന് കണ്ണീര് ഇങ്ങനെ ഒഴുകി വരും. ജവാബ് ഹി ക്യാ था, अपराध तो मैंने किया, ലതാട് कौन सहे. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പറയാനൊന്നുമില്ല, കുറ്റം ഞാനല്ലേ ചെയ്തത്, അപ്പോൾ ഈ ചീത്തൊക്കെ ഞാൻ തന്നെ കേട്ടാവണം, ഞാൻ തന്നെ സഹിച്ചാവണം. ഭായ് സാഹബ് ഉപദേശ് കി കലാമെ നിപുൺ थे. ഇങ്ങനെ ഉപദേശം കൊടുക്കാനാണെങ്കിൽ ഭായ് സാഹബ് ഭയങ്കര എക്സ്പേർട്ടായിരുന്നു. ऐसी ऐसी लगती बातें कहते, ऐसे ऐसे सूखती बांध चलाते कि मेरे जिगर के टुकड़े टुकड़े हो जाते और हिम्मत टूट जाती. ഇത്ര വർത്താനം എന്നെ കേൾപ്പിക്കൂ, എന്നിട്ട് ഇത്ര വലിയ കുറ്റമൊക്കെ പറഞ്ഞ് എൻ്റെ മേലെ ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു വെക്കും. സൂക്തി ബാൻ ഇസ് എ ഫ്രേസ് ദറ്റ് ഇസ് യൂസ്ഡ്. അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്തിട്ട് തീക്കി ബാത്തേ പറയൂലേ, ഷാർപ്പ് വേർഡ്സ് അങ്ങനെയൊക്കെ കേൾപ്പിച്ച് ഈ റൈറ്ററിൻ്റെ ഹാർട്ട് വന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഫുൾ ധൈര്യമൊക്കെ പൊട്ടിച്ച് വെക്കുമെന്ന്. इस तरह जान तोड़कर मेहनत करने की शक्ति मैं अपने में न पाता था और उस निराशा में ज़रा देर के लिए मैं सोचने लगता, क्यों ना घर चला जाऊं. ഇതൊക്കെ കേട്ട് റൈറ്റർക്ക് സഹിക്കുന്നില്ല, ഇതൊന്നും സഹിക്കാനുള്ള ശക്തി ഇല്ല. ഇത്രയും പറഞ്ഞത് കേട്ടിട്ട് ഭയങ്കര സാഡായിപ്പോയി. ആ സാഡ്നെസ്സിനെ ഓവർകം ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ശക്തി തീരെ ഇല്ല. അപ്പോൾ റൈറ്റർ ആലോചിക്കാൻ, ഞാൻ എന്താ വീട്ടിൽ പോയാൽ, जो काम मेरे बूते के बाहर है उसमें हाथ डालकर क्यों अपनी ज़िंदगी ख़राब करूं. അപ്പോൾ എൻ്റെ കപ്പാസിറ്റിയിൽ ഇല്ലാത്തൊരു കാര്യത്തിന് എന്തിനാണ് ഞാൻ ഇത്ര സ്ട്രഗിൾ ചെയ്ത് എൻ്റെ ഫുൾ ലൈഫ് വേസ്റ്റ് ആക്കുന്നത്. मुझे अपना मूर्ख रहना मंजूर था लेकिन उतनी मेहनत से मुझे तो चक्कर आ जाता था. അപ്പോൾ റൈറ്റർ പറയാൻ, എനിക്ക് മൂർഖമായിട്ട് നിൽക്കുന്നത് ഓക്കെയാണ്, പക്ഷേ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആലോചിച്ചിട്ട് തന്നെ എനിക്ക് തല കറങ്ങുന്നുണ്ടെന്ന്. लेकिन 1-2 घंटे के बाद निराशा के बादल फट जाते और मैं इरादा करता कि आगे से खूब जी लगाकर पढ़ूंगा. പക്ഷെ 1-2 മണിക്കൂർ ഇങ്ങനെ സങ്കടത്തിലായതിൻ്റെ ശേഷം ആ സങ്കടങ്ങളൊക്കെ മാറി ഭയങ്കര ഒരു സ്ട്രോങ് വിൽ പവർ എവിടുന്നോ വരും. എന്നിട്ട് തീരുമാനിക്കും, ഇനി മിലാൽക്ക് ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്യും. ചട്പട്ട് एक टाइम टेबल बना डालता. അപ്പോൾ വേഗം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും. बिना पहले से नक्शा बनाए कोई स्कीम तैयार किए काम कैसे शुरू करूं. അപ്പോൾ ഒരു സ്കീം ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ ഒരു മാപ്പ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ടെന്ന് തീരുമാനിച്ചു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ. ടൈം ടേബിൾ മേ ഖേൽ കൂദ് കി മത് ബിൽക്കുൽ ഉഡ് ജാത്തി. ഇപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പം ഇത്രയും ഉറച്ച് നല്ല പഠിക്കണമെന്നൊക്കെ വിചാരിച്ച് ഉണ്ടാക്കല്ല, അപ്പോൾ അതിൽ പ്ലേയിങ്ങിനൊരു ടൈം ഉണ്ടാവില്ല. प्रातःकाल 6 बजे उठना, मुँह हाथ धो नाश्ता कर पढ़ने बैठ जाना. രാവിലെ 6 മണിക്ക് നീച്ച് കൈമുഖമൊക്കെ കഴുകി നാഷ്ടമൊക്കെ തിന്ന് വേഗം പഠിക്കാനിരിക്കാം. 6 से 8 तक अंग्रेज़ी, 8 से 9 तक हिसाब. ഇപ്പോൾ 6 to 8 ഇംഗ്ലീഷ് പഠിക്കുക, പിന്നെ 8 to 9 മാത്സ് പഠിക്കുക, 9 से 9:30 तक इतिहास, फिर भोजन और स्कूल, 9 to 9:30 हिस्ट्री, പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കുക, പിന്നെ സ്കൂളിൽ പോവാം. 3:30 बजे स्कूल से वापस होकर आधा घंटा आराम. 3:30 स्कूल വിട്ട് വരും, പിന്നെ ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് എടുക്കും. 4 से 5 तक भूगोल, 5 से 6 तक ग्रामर, आधा घंटा हॉस्टल के सामने ही टहलना. അപ്പോൾ 4 to 5 വരെ ജോഗ്രഫി പഠിക്കുക, പിന്നെ 5 to 6 ഗ്രാമർ ചെയ്യുക, പിന്നെ ഒരു ഹാഫ് ആൻ അവർ 6:30 വരെ ഹോസ്റ്റലിൻ്റെ പുറത്തുള്ള സ്ഥലത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക.
6:30 से 7 तक अंग्रेज़ी कंपोजिशन और 6:30 to 7 वरे इंग्लिश कंपोजिशन चाहिए. फिर भोजन करके 8 से 9 तक अनुवाद, പിന്നെ ഡിന്നർ കഴിച്ചിട്ട് ട്രാൻസ്ലേഷൻ ചെയ്ത് നോക്കാം. 9 से 10 तक हिंदी, 9 to 10 हिंदी, 10 से 11 तक विविध विषय. പിന്നെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ 10 to 11 നോക്കാം. പിന്നെ വിശ്രാം, फिर विश्राम दैट इज़ रेस्ट. അപ്പോൾ ഭയങ്കര ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി. मगर टाइम टेबल बना लेना तो एक बात है, पर उस पर अमल करना दूसरी बात. ഇത് വരട്ടെ കാര്യം. ടൈം ടേബിൾ ഉണ്ടാക്കാനൊക്കെ എല്ലാവരും ഉണ്ടാക്കി, പക്ഷെ അതിൽ ഫോളോ ചെയ്യുന്നത് വേറെ ഒരു കാര്യമായിരുന്നു. पहले ही दिन उसकी अवहेलना शुरू हो गई. ഫസ്റ്റ് ഡേ തന്നെ ആ ടൈം ടേബിൾ ഒബേ ചെയ്യാതായി. मैदान की वह सुखद हरियाली, आ गार्डन डे ग्रीनरी, हवा के हल्के हल्के झोंके, आ काट മെല്ലെ മെല്ലെ വീശുന്നത്, ഫുട്ബോൾ की वह उछल कूद, ഫുട്ബോൾ ഇങ്ങനെ ചാടി വരുന്നതും, कबड्डी के वह दाव घात, कबड्डी കളിക്കുന്നതിൽ ചാലഞ്ച് വെക്കുന്നതും, वॉलीबॉल की वह तेज़ी और फुर्ती, वॉलीबॉल കളിക്കുന്നതിൻ്റെ സ്പീഡും എജിലിറ്റിയും मुझे अज्ञात और अनिवार्य रूप से खींच ले जाती और वहाँ जाते ही मैं सब कुछ भूल जाता. അപ്പോൾ ഓൻ അറിയാതെ ഓനെ അവിടേക്ക് വലിച്ചു കൊണ്ടുപോയി അനുഭവങ്ങളൊക്കെ. എന്നിട്ട് ഓനൊക്കെ അവിടെ എത്തിയിട്ട് ഒക്കെ മറന്നു പോകും. वह जानलेवा टाइम टेबल, वह आँख फोड़ पुस्तकें, किसी की याद न रहती और भाई साहब को नसीहत और फजीहत का अवसर मिल जाता. അങ്ങനെ പോയാൽ ടൈം ടേബിളും പിന്നെ ആ കണ്ണ് പൊട്ടിക്കുന്ന മാതിരിയുള്ള ബുക്സും അതിൻ്റെ ഒരു ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പോയി കളിച്ച് വന്നപ്പോൾ എന്താവും, ഭായ് സാഹബ്ക്ക് ചീത്ത പറയാനും ഇൻസൾട്ട് ചെയ്യാനുള്ളൊക്കെ ഒരു ചാൻസ് കിട്ടും. मैं उनके साये से भागता, उनकी आंखों से दूर रहने की चेष्टा करता, कमरे में इस तरह दबे पाँव आता कि उन्हें खबर न हो. അപ്പോൾ ഭായ് സാബിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയും ഒളിച്ചിട്ടാണോ നിൽക്കുക, ഭായ് സാബിൻ്റെ ഷാഡോ വരെ കാണാതാണോ പോവുക, അവരുടെ കൺമുന്നിൽ പെടാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. എന്നിട്ട് റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മെല്ലെ കാലിങ്ങനെ അമർത്തി കൊണ്ടുവരും. ഒരു സൗണ്ട് ഇല്ലാതെ ഭായ് സാബ് അറിയാതെ ഉള്ളിലേക്ക് കയറും. उनकी नज़र मेरी ओर उठी और मेरे प्राण निकले. അപ്പോൾ ഭായ് സാബ് ഒരു പ്രാവശ്യം നോക്കി, അപ്പോൾ പേടിച്ചു പോയി. हमेशा सिर पर एक नंगी तलवार सी लटकती मालूम होती. എപ്പോൾ നോക്കിയാലും ഒരു നേക്കഡ് സ്വോർഡ് ഓൺ ദ ഹെഡ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. फिर भी जैसे मौत और विपत्ति के बीच भी आदमी मोह और माया के बंधन में जकड़ा रहता है, मैं फटकार और घुड़कियाँ खाकर भी खेल कूद का तिरस्कार न कर सकता था. അപ്പോൾ ഓൻ കമ്പയർ ചെയ്യുക, എങ്ങനെ ഒരു മനുഷ്യൻ വന്ന് എത്ര ബുദ്ധിമുട്ടായ മരണത്തിനും കഷ്ടകാലത്തിനും ഒന്ന് പേടിച്ചാലും മോഹം മായനെ വിട്ട് കളിക്കൂല. അല്ലെങ്കിൽ മായാമോഹം പറയില്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന മാതിരിയാണ് ഇവൻ്റെ കാര്യം. എത്ര ചീത്ത പറഞ്ഞാലും എത്ര ഇൻസൾട്ട് ചെയ്താലും അവൻ കളി വിട്ടിട്ടുള്ള ഒരു കാര്യം അവനെ കൊണ്ട് പറ്റുന്നില്ല. सालाना इम्तिहान हुआ. भाई साहब फेल हो गए, मैं पास हो गया और दर्जे में प्रथम आया. അപ്പോൾ ആനുവൽ എക്സാം കഴിഞ്ഞപ്പോൾ ഭായ് സാബ് ഫെയിലായിപ്പോയി. എന്നിട്ട് റൈറ്റർ വന്ന് പാസ്സും ആയി, അവൻ്റെ സ്റ്റാൻഡേർഡിൽ അവൻ ഫസ്റ്റ് റാങ്കും കിട്ടി. मेरे और उनके बीच में केवल 2 साल का अंतर रह गया. ഇപ്പോൾ എന്തായി, ലേഖക്ക് ഇപ്പോൾ 7th സ്റ്റാൻഡേർഡിലെത്തി, ഭായ് സാബ് 9th തന്നെയാണ്. ഇപ്പോൾ 2 വർഷത്തെ ഗ്യാപ്പ് തന്നെ ഉള്ളൂ രണ്ടാളെ തമ്മിൽ. मेरे और उनके बीच केवल 2 साल का अंतर रह गया. ഇപ്പോൾ റൈറ്ററും ഭായ് സാബിൻ്റെ തമ്മിൽ 2 വർഷത്തെ വ്യത്യാസം മാത്രം വന്ന് സ്റ്റാൻഡേർഡ് വൈസ് നോക്കുകയാണെങ്കിൽ. जी मैं आया, भाई साहब को आड़े हाथों लूँ. आपकी वह घोर तपस्या कहाँ गई? मुझे देखिए, मज़े से खेलता भी रहा और दर्जे में अव्वल भी आया हूँ. അപ്പോൾ ഇത് മാർക്ക് വന്നപ്പം അവൻ്റെ മനസ്സിൽ വന്ന് വേഗം ഒന്ന് കേൾപ്പിക്കണം ഭായ് സാബിനെ. എവിടെ പോയി നിങ്ങളിങ്ങനെ തപസ്യ ചെയ്തതൊക്കെ എന്തായി? എന്നെ കണ്ടോ, ഞാൻ കളിച്ചും ചെയ്ത് നല്ല മാർക്ക് കൊണ്ട് പാസ്സും ആയി. लेकिन वह इतने दुखी और उदास थे कि मुझे उनसे दिली हमदर्दी हुई और उनके घाव पर नमक छिड़कने का विचार ही लज्जास्पद जान पड़ा. അപ്പോൾ പക്ഷേ ഭായിനെ കണ്ടപ്പോൾ ഭായി അത്രയും സങ്കടത്തിലായിരുന്നു. അപ്പോൾ ഇവനക്ക് കുറച്ച് പാവം തോന്നി. ഇനി ഈ സങ്കടത്തിൽ ഞാൻ ഈ ഡയലോഗ് അടിക്കാൻ പോയാൽ അത് ശരിക്കും വെരി ഷെയിംഫുൾ ആക്ട് ആയിരിക്കും. അപ്പോൾ ഇവൻ അത് ചെയ്തില്ല. हाँ, अब मुझे अपने ऊपर कुछ अभिमान हुआ और आत्मसम्मान भी बढ़ा. പക്ഷേ അവനക്ക് ഇപ്പോൾ സ്വന്തം ലേഖകന് സ്വയം ഒരു അഭിമാനമായി. അഭിമാൻ മീൻസ് he was proud of himself and he had geined much more self respect.
ഭായ് സാഹബ് का वह रौब मुझ पर न था. ഇപ്പോൾ എന്തായി, ഭായ് സാഹബിൻ്റെ ആ കൺട്രോൾ ഒന്ന് വിട്ടു പോകാൻ തുടങ്ങി. ആസാദി സെ ഖേൽകൂദ് മേ ഷാരീഖ് ഹോനെ ലഗാ. ഇപ്പോൾ ഫ്രീ ആയിട്ട് അവൻ കളിക്കാനൊക്കെ പോയി വരും. ദിൽ മജ്ബൂത്ത് था, अगर उन्होंने फिर मेरी फजीहत की तो साफ कह दूंगा. അപ്പോൾ ഈ റൈറ്റർ വന്ന് മനസ്സ് സ്ട്രോങ് ആക്കി വെച്ചിട്ട് ഇനി ഭായ് സാഹബ് എൻ്റെ ഇൻസൾട്ട് ചെയ്താൽ ഞാൻ നേരെ പറയും. आपने अपना खून जलाकर कौन सा तीर मार लिया? मैं तो खेलते कूदते दर्जे में अव्वल आ गया. നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് നിങ്ങളെ ചോരൊക്കെ കത്തിച്ചിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടിയത്? ഞാൻ നോക്കൂ കളിച്ചിട്ടും നല്ല ഫസ്റ്റ് മാർക്കൊക്കെ കിട്ടി എനിക്ക്. അവൽ മീൻസ് ഫസ്റ്റ്. जबान में यह हेकड़ी जताने का साहस न होने पर भी मेरे रंग ढंग से साफ जाहिर होता था कि भाई साहब का वह आतंक मुझ पर नहीं था. വായ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും എൻ്റെ സ്റ്റൈൽ കണ്ടാൽ ആർക്കും മനസ്സിലാവും ഇനി എനിക്ക് ഭായ് സാഹബിന് അത്ര പേടിയില്ല എന്ന്. भाई साहब ने इसे भांप लिया. उनकी सहज बुद्धि बड़ी तीव्र थी और एक दिन जब मैं भोर का सारा समय गुल्ली डंडे की भेंट करके ठीक भोजन के समय लौटा तो भाई साहब ने मानो तलवार खींच ली और मुझ पर टूट पड़े. അപ്പോൾ അവൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഭായ് സാബ്ക്ക് മനസ്സിലായി ഇനി ഞാൻ പറഞ്ഞതൊന്നും ഓൻ കേൾക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ അത്രയും ഓൻ ഫ്രീ ആയിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം എന്തായി, ഓൻ കുറച്ച് ലിമിറ്റ് കൂടിപ്പോയി. ഓന് അന്ന് രാവിലെ കളിക്കാൻ പോയത് ഗുള്ളിഡണ്ട ഫുള്ള് കളിച്ച് തിന്നുന്ന സമയം മാത്രമാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഉണ്ട് ഭായ് സാബിൻ്റെ കൺട്രോൾ വിട്ട് അവൻ്റെ മേലെ ഒരു ലെക്ചർ കൊടുത്ത്. देखता हूँ इस साल पास हो गए और दर्जे में अव्वल आ गए तो तुम्हें दिमाग हो गया. मगर भाईजान घमंड तो बड़े बड़े का नहीं रहा. तुम्हारी क्या हस्ती है? അപ്പോൾ ഭായ് പറയാണ്, ചീത്ത പറയാണ്, നീ എന്താ വിചാരിക്കുന്നത് ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ എന്താ എനിക്ക് ഇത്ര വലിയ പ്രൗഡായിപ്പോയോ? വലിയ വലിയ ആൾക്കാരുടെ പ്രൗഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. അഹങ്കാരം വലിയ വലിയ ആൾക്കാരുടെ അഹങ്കാരമൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നീ എന്ത് സാധനമാണ്? ഇതിഹാസ് മേ രാവൺ കാ ഹാൽ തോ പടാ ഹി ഹോഗാ. നീ ഹിസ്റ്ററിയിൽ രാവണിനെ പറ്റിയിട്ട് പഠിച്ചിട്ടില്ലേ? ഉസ്കെ ചരിത്ര മേ തുമ്നെ കോൺ സാ ഉപദേശ് ലിയാ യാ യോ ഹി പട് ഗയേ. രാവണിൻ്റെ ഹിസ്റ്ററി പഠിച്ചിട്ട് എന്താണ് എനിക്ക് ഉപദേശം കിട്ടിയായില്ലേ? വെറുതെ പഠിച്ചു പോയതാണോ? മെഹജ് ഇതിഹാസ് പാസ് കർ ലേന കോയി ചീസ് നഹി, അസൽ ചീസ് ഹേ ബുദ്ധി കാ വികാസ്. വെറും എക്സാം പാസ് ചെയ്ത വലിയ കാര്യമൊന്നുമല്ല, ശരിക്കും ബുദ്ധിൻ്റെ വികസനമാണ് ശരിക്കുള്ള കാര്യം. जो कुछ पढ़ा उसका अभिप्राय समझो. എന്തൊക്കെ പഠിക്കുന്ന അതിൻ്റെ എന്താ അർത്ഥം അത് മനസ്സിലാക്കണം. रावण भूमंडल का स्वामी था. ऐसे राजाओं को चक्रवर्ती कहते हैं. രാവണൻ വന്ന് എത്ര വലിയ ഈ ഫുൾ ഭൂമിൻ്റെ സ്വാമിയായിരുന്നു. ഇങ്ങനത്തെ വലിയ രാജാക്കന്മാരെ ചക്രവർത്തി എന്ന് പറയാം. आजकल अंग्रेज़ों के राज्य का विस्तार बहुत बड़ा हुआ है पर इन्हें चक्रवर्ती नहीं कह सकते. ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ആൾക്കാരും വലിയ വലിയ അവരുടെ സ്ഥലം വലിയ വലിയ ബൗണ്ടറി ഒക്കെ ഉണ്ട്, പക്ഷെ അവരെ ചക്രവർത്തി പറയാൻ പറ്റൂല. संसार में अनेक राष्ट्र अंग्रेज़ों का आधिपत्य स्वीकार नहीं करते, बिल्कुल स्वाधीन है. വേൾഡിൽ എത്രയോ കൺട്രീസ് ഉണ്ട് ഈ ബ്രിട്ടീഷേഴ്സിൻ്റെ റൂളിൻ്റെ അടിയിലല്ലാതെ അവർ ഫുൾ ഫ്രീ ആയിട്ടുണ്ട്. रावण चक्रवर्ती राजा था. संसार के सभी महीप उसे कर देते थे. രാവണൻ അങ്ങനെ ആയിരുന്നില്ല, അവൻ ഈ ഫുൾ വേൾഡിൻ്റെ രാജാവായിരുന്നു. ഈ വേൾഡിൻ്റെ വലിയ വലിയ റൂളേഴ്സ് എംപറേഴ്സ് വരെ അവൻക്ക് ടാക്സ് കൊടുക്കലുണ്ടായിരുന്നു. बड़े बड़े देवता उसकी गुलामी करते थे. देवंगल वरे അവൻ്റെ സ്ലേവ് ആയിരുന്നു. आग और पानी के देवता भी उसके दास थे. मगर उनका अंत क्या हुआ? ഈ ആഗ് और തീൻ്റെയും വെള്ളത്തിൻ്റെയും ദൈവങ്ങൾ വരെ അവൻ്റെ സ്ലേവ് ആയിരുന്നു. പക്ഷെ ഇത്രയും പവർഫുൾ ആയിട്ട് രാവണൻ്റെ ലാസ്റ്റ് അന്ത് എന്തായിരുന്നു? घमंड ने उसका नाम निशान तक मिटा दिया. कोई उसे एक चुल्लू पानी देने वाला भी न बचा. അത്രയും പ്രൈഡ് ഉണ്ടായിട്ടാണ് അവൻ നശിച്ചു പോയത്. അഹങ്കാരമാണ് അവനെ നശിപ്പിച്ചത്. അവൻക്ക് ലാസ്റ്റിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ വരെ ആരുണ്ടായിരുന്നില്ല. ആദ്മി ഓർ ജോ കുകർമ്മ ചാഹെ കരെ പർ അഭിമാൻ ന കരെ ഇത്രായ നഹി. മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്താലും പ്രൈഡ് ചെയ്യരുത്, അഹങ്കാരം ചെയ്യരുത്. അഭിമാൻ കിയ ഓർ ദീൻ ദുനിയ സെ ഗയ, ദോനോ സെ ഗയ. പ്രൈഡ് ഉണ്ടായാൽ അഹങ്കാരം ഉണ്ടായാൽ റിലീജിയനും പോയി വേൾഡിന്നും പോയി. शैतान का हाल भी पड़ा ही होगा. शैतान कार्यों नहीं പഠിച്ചിട്ടുണ്ടാവുമല്ലോ. उसे यह अभिमान हुआ था कि ईश्वर का उससे सब बढ़कर सच्चा भक्त कोई है ही नहीं. ശൈത്താൻ വിചാരിച്ചത് ഈശ്വരൻ്റെ ഏറ്റവും വലിയ ഭക്തൻ അവനായിരുന്നു എന്ന്. ആ അഹങ്കാരം അവൻ്റെ മനസ്സിൽ വന്നു. अंत में यह हुआ कि स्वर्ग से नर्क में ढकेल दिया गया. ലാസ്റ്റ് എന്തായി? അവനെ നരകത്തിൽ തള്ളിവിട്ടു.
शाहे रूम ने भी एक बार अहंकार किया था. റോമൻ എംപയർ ഒരു പ്രാവശ്യം ഭയങ്കര പ്രൈഡ് ചെയ്തിരുന്നു. ഭീക്ക് മാങ് മാങ് കർ മർ ഗയ. അവൻ്റെ അവസ്ഥ എന്തായി? ഓന് ബെഗ് ചെയ്തൊരു ബെഗ്ഗറായിട്ടാണ് ചത്തത്. तुमने तो कभी केवल एक दर्जा पास किया है और अभी से तुम्हारा सिर फिर गया. തബ് തോ തും ആകെ പഠിച്ചുക്കെ. നീ ഇപ്പോൾ ഒരു ലെവൽ പാസ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ തന്നെ എൻ്റെ തല ഇങ്ങനെ അഹങ്കാരത്തോണ്ട് കറങ്ങിപ്പോയോ? എന്നാൽ നീ പഠിച്ചത് തന്നെ. यह समझ लो कि तुम अपनी मेहनत से नहीं पास हुए, अंधे के हाथ बटेर लग गई. നീ ഇത് മനസ്സിലാക്കിക്കോ, നീ ഹാർഡ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഹാർഡ് വർക്ക് ആയിട്ടല്ല നീ പാസ്സായത്. അന്ധേക്ക് ഹാത്ത് ബട്ടേർ ലഗ് ഗൈ. ബട്ടേർ ഒരു ബേർഡാണ്. ഇപ്പോൾ ഒരു ബ്ലൈൻഡ് ഫോൾഡഡ് ഒരു പേഴ്സൺ ഷൂട്ട് ചെയ്താൽ എങ്ങനെ ഒരു ബേർഡിനെ കിട്ടിപ്പോയി ബൈ മിസ്റ്റേക്ക്, അങ്ങനെയാണ് നീ പാസ്സായത് എന്ന് എക്സാമ്പിൾ കൊടുക്കുകയാണ്. मगर बटेर केवल एक बार हाथ लग सकती है, बार बार नहीं लग सकती. ഇങ്ങനത്തെ ലക്ക് ഒരു പ്രാവശ്യം കിട്ടുള്ളൂ, പിഞ്ഞും പിഞ്ഞും ഉണ്ടാവില്ല. कभी कभी गुल्ली डंडे में भी अंधा चोट निशाना पड़ जाता है, इससे कोई सफल खिलाड़ी नहीं हो जाता. सफल खिलाड़ी वह है जिसका कोई निशाना खाली न जाए. അപ്പോൾ ഓൻക്ക് പറഞ്ഞെടുക്കാൻ ഈ ഗുള്ളിഡണ്ടൻ്റെ ഗെയിം ഉണ്ടല്ലോ, അതിലും വേണമെങ്കിൽ അറിയാതെ തെറ്റിപ്പോയ ഒരാൾക്ക് വലിയ ഷോട്ടൊക്കെ കിട്ടാൻ പറ്റും, നല്ലൊരു നിശാനമൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ അത് അങ്ങനെ എടുത്തെന്ന് വിചാരിച്ചാൽ അവൻ വലിയ പ്ലെയർ ഒന്നും ആവില്ല. ഒരു ഒരു ഊഴവും തെറ്റാതെ കളിക്കുന്ന ആളാണ് സഫൽ ഖിലാടി, സക്സസ്ഫുൽ പ്ലെയർ. मेरे फेल होने पर मत जाओ, मेरे दर्जे में आओगे तो दांतों पसीना आ जाएगा. जब अलजबरा और ज्योमेट्री के लोहे के चने चबाने पड़ेंगे और इंग्लिस्तान का इतिहास पढ़ना पड़ेगा. അപ്പോൾ അവൻ പേടിപ്പിക്കാനേ, നീ ഇപ്പം ഞാൻ ഫെയിലായി എന്ന് വിചാരിച്ചാൽ അത് നോക്കല്ല, നീ എൻ്റെ ലെവലിൽ എൻ്റെ സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ എനിക്ക് മനസ്സിലാവും, എൻ്റെ പല്ലിൻ്റെ ഉള്ളിൽ കൂടി വേർപ്പ് വരും. ഇങ്ങനെ ആൽജിബ്രവും ജോമെട്രിയും അത് വന്ന് ഇരുമ്പിനോട് ഉണ്ടാക്കിയ കടലിൻ്റെ മാതിരി, അത് ചവയ്ക്കാനും പറ്റൂല. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ഒക്കെ ഹിസ്റ്ററി പഠിക്കേണ്ടി വരും. बादशाहों के नाम याद रखना आसान नहीं, 8 हेनरी हो गुजरे हैं. ഇപ്പോൾ കിങ്സിൻ്റെ പേരൊന്നും ഓർമ്മ വെക്കാൻ അത്ര എളുപ്പമൊന്നുമില്ല, 8 ഹെൻറി ഒക്കെ വരുന്നുണ്ട് പേര്. कौन सा कांड किस हेनरी के समय में हुआ, क्या यह याद कर लेना आसान समझते हो? ഏതൊക്കെ ഹെൻറിയാണ്, ഏതൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നടന്നത് ഏത് ഹെൻറിൻ്റെ സമയത്താണ്, അതൊക്കെ ഓർമ്മ വെക്കാൻ അത്ര എളുപ്പമാണോ എന്ന് എൻ്റെ വിചാരം ഒന്ന് ചോദിക്കാൻ. हेनरी 7वें की जगह हेनरी 8वां लिखा और सब नंबर गायब. ഇപ്പോൾ ഹെൻറി 7ൻ്റെ സ്ഥലത്ത് ഹെൻറി 8 എന്ന് എഴുതിയാൽ ഫുൾ നമ്പർ പോയി. സഫാ ചട്ട്, ഫുൾ ക്ലീൻ ചിറ്റ് ആവുന്നു. സിഫർ भी न मिलेगा, സീറോവും കിട്ടൂല. സിഫർ भी हो किस ख्याल में. നീ ഇപ്പോൾ എന്താ ആലോചിക്കുന്നേ? दर्जनों तो जेम्स हुए हैं, दर्जनों विलियम, कोड़ियों चार्ल्स. दिमाग चक्कर खाने लगता है. അപ്പോൾ അവൻ പറയാം, there are dozens of James and dozens of Williams and dozens of Charles. ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെ തല കറങ്ങാൻ തുടങ്ങും. आंधी रोग हो जाती है. इन अभागों को नाम भी न जुड़ते थे, एक ही नाम के पीछे दोयम सोयम चहारुम पंचुम लगाते चले गए. मुझसे पूछते तो 10 लाख नाम बता देता. അപ്പോൾ അവൻ പറയാൻ ഇവർക്ക് പേര് വെക്കാൻ കൂടി അറിയില്ല. അവരുടെ രാജാക്കന്മാർ ഒരേ പേര് വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ 1 2 3 ഇപ്പോൾ നമ്മൾ കേൾക്കില്ലേ ചാൾസ് 1 ചാൾസ് 2 ചാൾസ് 3. അപ്പോൾ ഈ ഭായിസാബ് പറയാൻ ഈ പേരുകളൊക്കെ ഓർമ്മ വെക്കാൻ എത്ര ബുദ്ധിമുട്ടാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 लाख നെയിം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവേനി. और ज्योमेट्री तो बस खुदा ही पना. ज्योमेट्रीने കാര്യം പറയുകയാണെങ്കിൽ ഈശ്വരനെ അഭയം. अ ब ज की जगह अ ज ब लिख दिया और सारे नंबर कट गए. ഇപ്പോൾ നമ്മൾ ABC എഴുതില്ല, അങ്ങനെ ABCൻ്റെ സ്ഥലത്ത് ACB എന്ന് എഴുതിയാൽ ഫുൾ നമ്പർ പോയി. और कोई इन निर्दयी मुमतहिनों से नहीं पूछता कि आखिर अबज और अजब में क्या फ़र्क है और व्यर्थ की बात के लिए क्यों छात्रों का खून करते हो. പിന്നെ ആരും ഈ ടെസ്റ്റ് എടുക്കുന്ന ആൾക്കാരോട് ചോദിക്കാറില്ല ഈ ABCയും ACBയിൽ എന്താണ് വ്യത്യാസമുള്ളത്, വെറുതെ എന്തിനാ ഈ പാവം കുട്ടികളുടെ ചോര കുടിക്കുന്നത്. दाल भात रोटी खाई या भात दाल रोटी खाई, इसमें क्या रखा है, मगर इन परीक्षकों को क्या परवाह. ഇപ്പോൾ എക്സാമ്പിൾ കൊടുക്കുകയാണ്, പരിപ്പും ചോറും ചപ്പാത്തിയും കഴിച്ചാലും ഇല്ലെങ്കിൽ ചപ്പാത്തി ചോറ് പരിപ്പ് ഇങ്ങനെ മാറ്റി പറഞ്ഞാലും അതിൽ എന്താ വ്യത്യാസമുള്ളത്. പക്ഷേ ഈ എക്സാമിനേഴ്സിന് ഒരു കാര്യത്തിലും ഒരു ഫിക്കർ എന്നില്ല, ഒരു ദേ ഡോണ്ട് കെയർ अबाउट अस. वह तो वही देखते हैं जो पुस्तकों में लिखा है, चाहते हैं कि लड़के अक्षर अक्षर रट डालें.
അപ്പോൾ അവൻ പറയാണ് എക്സാമിനേഴ്സിന് ആ ബുക്കിൽ എന്താ ഉള്ളത് അങ്ങനെ തന്നെ വേണം, ഒരു ലെറ്റർ ബൈ ലെറ്റർ അങ്ങനെ ബൈ ഹാർട്ട് ആക്കണമെന്ന്. और इसी रटंत का नाम शिक्षा रख छोड़ा है और आखिर इन बेसिर पैर के बातों से पढ़ने से फ़ायदा. അപ്പോൾ ഓൻ പറയാണ് ഇങ്ങനെ വെറുതെ ഇതിങ്ങനെ ബൈഹാർട്ടാക്കിയിട്ട് ഒന്നും മനസ്സിലാവാതെ വേറെ ഒരു തലയും വാലില്ലാതെ ഇങ്ങനെ പഠിച്ചിട്ട് അതിൻ്റെ കാര്യം എന്താ ഉള്ളത് എന്ന്. ഇസ് രേഖാ पर वह लंब गिरा दो तो आधार लंब से दुगना होगा. അപ്പോൾ പറയാൻ ഒരു ബേസ് ലൈൻ വരച്ചാൽ അതിലൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ബേസ് വിൽ ബി ഡബിൾ ദ പെർപെൻഡിക്കുലർ ലൈൻ. പൂछिए इससे प्रयोजन. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? दुगना नहीं चौगना हो जाए या आधा ही रहे मेरी बला से, लेकिन परीक्षा में पास होना है तो यह सब खुराफात याद करनी पड़ेगी. അപ്പോൾ ഓൻ പറയാണ് അത് വേണമെങ്കിൽ ഡബിൾ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ 4 ടൈംസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ പകുതി തന്നെ ഇരുന്നത്, എനിക്ക് എന്താ ഇപ്പോൾ ഇതൊക്കെ പക്ഷെ പരീക്ഷയിൽ പാസ് ആവണമെങ്കിൽ ഇതൊക്കെ പഠിച്ച് തന്നെ നിൽക്കണം. कह दिया समय की पाबंदी पर एक निबंध लिखो, 2-4 पन्नों से कम न हो. ഇനി നെക്സ്റ്റ് പറയാൻ എസ്സേ റൈറ്റിങ്ങിനെ പറ്റി, നിബന്ധ എഴുതാൻ. അത് ടോപ്പിക് എന്താണ്? സമയ്ക്ക് പാബന്തി. അപ്പോൾ ഒരു നിബന്ധ എഴുതാനെങ്കിൽ അത് 4 പേജസ് എന്തായാലും വേണം. अब आप कापी सामने खोले, कलम हाथ में लिए, उसके नाम को रोइए. उसके नाम को रोइए. कौन नहीं जानता कि समय की पाबंदी बहुत अच्छी बात है. इससे आदमी के जीवन में संयम आता है, दूसरों का उस पर स्नेह होने लगता है और उसके कारोबार में उन्नति होती है. लेकिन इस ज़रा सी बात पर 4 पन्ने कैसे लिखे? അപ്പോൾ അവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ടോപ്പിക്കിനെ പറ്റി എല്ലാവർക്കും അറിയാം. സമയം നമ്മൾ പാഴാക്കരുത്, വി ഷുഡ് നോട്ട് വേസ്റ്റ് അവർ ടൈം, അതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ചെയ്താൽ നമ്മൾ ലൈഫിൽ ഒരു നീറ്റ്നെസ് ഉണ്ടാവും. സമയത്തിന് നല്ലപോലെ യൂസ് ചെയ്താൽ നമ്മൾ ലൈഫിൽ ഒരു സംയമം ഉണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾക്ക് നല്ല സക്സസ് ഉണ്ടാവും. അങ്ങനെ എല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്ര ചെറിയ വാക്കല്ലേ ഉള്ളൂ അതിനെപ്പറ്റി പറയാൻ. അതിന് 4 പേജസിന് എന്ത് എഴുതാനുണ്ട്? जो बात एक वाक्य में कही जा सके उसे 4 पन्नों में लिखने की ज़रूरत. അപ്പോൾ അവൻ ചോദിക്കാണ് ഒരു വാക്യത്തിൽ പറയാനുള്ള കാര്യം 4 പേജിൽ എഴുതാൻ്റെ ആവശ്യം എന്താണ്? मैं तो इसे हिमाकत कहता हूँ. ഹിമാക്കത്തിൻ്റെ അർത്ഥം ഫൂളിഷ്നെസ്. അപ്പോൾ അവൻ പറയാൻ ഒരു വാക്കിൽ പറയാനുള്ള കാര്യം 4 പേജിൽ എഴുതാൻ പറഞ്ഞു. ഇത് എത്ര വലിയ ഫൂളിഷ്നെസ് ആണ്. यह तो समय की किफ़ायत नहीं बल्कि उसका दुरुपयोग है कि व्यर्थ में किसी बात को ठूंस दिया जाए. അപ്പോൾ ഓൻ പറയാണ് ഇത് ശരിക്കും സമയൻ്റെ യൂസ് അല്ല, സമയത്തിൻ്റെ വേസ്റ്റാണ് ഇങ്ങനെ 4 പേജസ് വെറുതെ എന്തെങ്കിലും എഴുതി വെക്കൽ. हम चाहते हैं आदमी को जो कुछ कहना हो चटपट कह दे और अपनी राह ले. എന്താ പറയാനുള്ളത്? വേഗം പറഞ്ഞിട്ട് വഴി പിടിക്കുക, അതല്ലേ മനുഷ്യനെ ചെയ്യാനുള്ളത്. मगर नहीं, आपको 4 पन्ने रंगने पड़ेंगे, चाहे जैसे लिखिए, और पन्ने भी पूरे फुलस्केप आकार के. അപ്പോൾ പറയാൻ പക്ഷെ അതൊന്നും പറ്റൂല, 4 പേജ് എന്തായാലും എഴുതണം. അതും ഫുൾ സ്കേപ്പുള്ള പേപ്പേഴ്സാണ്, ആ ഫുള്ള് 4 പേജ് എഴുതണം. യഹ് ഛാത്രോ പർ അത്യാചാർ നഹി തോ ഓർ ക്യാ ഹെ. ഇപ്പോൾ ഇത് വന്ന് ടോർച്ചർ അല്ലേ, കുട്ടികളെ മേലെ ചെയ്യുന്ന ഒരു ടോർച്ചർ അല്ലാതെ എന്താ പിന്നെ? अनर्थ तो यह है कि कहा जाता है संक्षेप में लिखो. ഇത്ര ടോർച്ചറിൻ്റെ മേലെ ഇതിനേക്കാൾ ടോർച്ചർ എന്താണെന്നറിയോ? ഇവർ പറയും संक्षेप में लिखो. संक्षेप मीन्स ചുരുക്കി എഴുതാൻ. समय की पाबंदी पर संक्षेप में एक निबंध लिखो जो 4 पन्नों से कम न हो. ഒരു നിബന്ധം, ഒരു എസ്സേ എഴുതണം, അതും ചുരുക്കി എഴുതണം, അത് 4 പേജിൽ എഴുതണം. ठीक, संक्षेप में तो 4 पन्ने हुए, नहीं शायद 100-200 पन्ने लिखवाते. ഇപ്പോൾ അത് ചുരുക്കി എഴുതാൻ പറഞ്ഞതുകൊണ്ടായിരിക്കും ചിലപ്പോൾ 4 പേജിൽ ഒതുക്കിയത്, ഇല്ലെങ്കിൽ 100-200 പേജസ് എഴുതാൻ പറയുമായിരിക്കും. തേജ് ബി ദൗടിയെ ഓർ ധീരെ ധീരെ ബി. സ്പീഡിലും ഓടണം, മെല്ലെ മെല്ലെ ഓടണം. ഹേ ഉൾട്ടി ബാത്ത് ഹേ യാ നഹി. ഇതിപ്പോൾ എന്ത് തിരിഞ്ഞ വർത്താനാണല്ലോ. बालक भी इतनी सी बात समझ सकता है, लेकिन इन अध्यापकों को इतनी तमीज़ भी नहीं है. കുട്ടികൾക്ക് വരെ ഇതൊക്കെ മനസ്സിലാവും. ഇത്ര സിമ്പിൾ കാര്യമാണിത്, കുട്ടികൾക്ക് വരെ മനസ്സിലാവും. പക്ഷേ എക്സാമിനേഴ്സിന് അതൊന്നും മനസ്സിലാവണില്ല. ഉസ് പർ ദാവാ ഹെ കി ഹം അധ്യാപക് ഹെ. ഈ ചെറിയ കാര്യം തന്നെ അവർക്ക് മനസ്സിലാവണില്ല, എന്നിട്ട് പറയാം നമ്മൾ ടീച്ചേഴ്സ് ആണെന്ന്. मेरे दर्जे में आओगे लाला तो ये सारे पापड़ बेलने पड़ेंगे और तब दाल आटे का भाव मालूम होगा. അപ്പോൾ ഭായ് സാബ് പറയാം ഇപ്പം നീ എൻ്റെ സ്റ്റാൻഡേർഡിൽ എത്തിയാലും അപ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ കുറേ പാപ്പഡ് ബേൽന മീൻസ് അതൊരു ഫ്രേസാണ്, കുറേ പപ്പടം പരത്തി എടുക്കേണ്ടി വരുമെന്ന്. അത് ശരിക്കും പറയുകയാണെങ്കിൽ കുറേ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമെന്ന്. അപ്പോൾ മനസ്സിലാവും ദാൽ ആട്ടേക്ക ഭാവ് മീൻസ് ചെറിയ ചെറിയ കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അപ്പോൾ മനസ്സിലാവും.
इस दर्जे में अव्वल आ गए हो तो ज़मीन पर पाँव नहीं रखते. ഇപ്പോൾ ഈ സ്റ്റാൻഡേർഡിൽ നീ ഫസ്റ്റ് വന്നപ്പോൾ എൻ്റെ കാലെന്താ ഭൂമിയിൽ നിൽക്കുന്നില്ല. इसीलिए मेरा कहना मानिए, लाख फेल हो गया हूँ लेकिन तुमसे बड़ा हूँ. संसार का मुझे तुमसे कहीं ज़्यादा अनुभव है. ഞാൻ ഫെയിൽ ആയാലും സാരില്ല, എൻ്റെ വാക്ക് നീ കേൾക്ക്. എനിക്ക് അന്നെക്കാളും ഞാൻ മൂത്തതല്ലേ, അപ്പോൾ അന്നെക്കാളും എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ജോ കുച്ച് कहता हूँ उसे गिरह बांधिए नहीं पछताइएगा. ഞാൻ പറയുന്നതൊക്കെ നല്ല ശ്രദ്ധിച്ച് കേട്ടോ, ഇല്ലെങ്കിൽ നീ ഭയങ്കര പശ്ചാത്താപമായിപ്പോവുമെന്ന്. स्कूल का समय निकट था. नहीं ईश्वर जाने यह ഉപദേശമാല കബ് സമാപ്ത് ഹോത്തി. അപ്പോൾ സ്കൂളിൻ്റെ സമയമായത് നന്നായി, ഇല്ലെങ്കിൽ ദൈവത്തിനറിയാം ഈ ഉപദേശം എപ്പോഴാണ് തീരാന്ന്. ഭോജൻ ആജ് മുझे നിസ്വാദ് സാ ലഗ് രഹാ था. ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് ഫുൾ ടേസ്റ്റ് ഇല്ലാത്ത മാതിരി ഉണ്ടേനി. പള്ള നിറച്ച് കിട്ടിയല്ലോ, അപ്പോൾ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. जब पास होने पर यह तिरस्कार हो रहा है तो फेल हो जाने पर तो शायद प्राण ही ले लिए जाएं. പാസ്സായി ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്കാണ് ഇത്രയും കേൾക്കാനുണ്ടായത്. അപ്പോൾ ഞാനിപ്പോൾ ഫെയിലായ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ചിലപ്പോൾ എൻ്റെ പ്രാണൻ തന്നെ പോയിണ്ടാവും. भाई साहब ने अपने दर्जे की पढ़ाई का जो भयंकर चित्र खींचा था उसे मुझे भयभीत कर दिया. ഇപ്പോൾ ഭായ് സാബ് അവരുടെ സ്റ്റാൻഡേർഡിനെ പറ്റി ഇത്രയും ഒരു പേടിപ്പിക്കുന്ന പിക്ചറാണ് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തത്. അത് കേട്ടപ്പോൾ തന്നെ ഇവൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. स्कूल छोड़कर घर नहीं भागा, यही ताज्जुब है. लेकिन इतने तिरस्कार पर पुस्तकों में मेरी अरुचि ज्यों की त्यों बनी रही. അപ്പോൾ അവൻ പറയാം, സ്കൂൾ വിട്ട് ഞാൻ വീട്ടിലേക്ക് ഓടില്ല. അതന്നെ ഭയങ്കര സർപ്രൈസിങ് ആണ്. പക്ഷേ ഇത്രയും കേട്ടിട്ടും ബുക്സിലുള്ള എൻ്റെ ഇൻട്രസ്റ്റ് അങ്ങനെ തന്നെ ആയിരുന്നു. ഖേൽകൂദ് കാ കോയി അവസർ ഹാത്ത് സെ ന ജാനേ ദേത്ത. കളിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കൈകൊണ്ട് വിടൂല. പഠിത്താ ഭി മഗർ ബഹുത് കം. പഠിക്കുമായിരുന്നു, പക്ഷെ കുറച്ച് മാത്രം. ബസ് ഇത്നാ ഹി कि रोज़ टास्क पूरा हो जाए और दर्जे में जलील न होना पड़े. എന്നത്തെ വർക്ക് ഞാൻ ചെയ്യും, എന്നിട്ട് എൻ്റെ സ്റ്റാൻഡേർഡിൽ ഇൻസൾട്ട് ആവാതെ നിൽക്കാൻ അത്രയും ഞാൻ പഠിക്കുമായിരുന്നു. अपने ऊपर जो विश्वास पैदा हुआ था वो फिर लुप्त हो गया और फिर चोरों का सा जीवन कटने लगा. അപ്പോൾ ഇത്രയും പാസ്സായി ഫസ്റ്റ് റാങ്ക് കിട്ടി സ്വയം ഭയങ്കര വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു പേടിയില്ലായിരുന്നു. പക്ഷേ ഇത്രയും കേട്ടതിൻ്റെ ശേഷം അവനക്ക് സ്വയം ഉള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. എന്നിട്ട് പിന്നെയും നഷ്ടപ്പെട്ടാലും അവൻ പഠിക്കുന്നില്ലല്ലോ, കളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെയും കുറ്റബോധം അവനക്ക് വരാൻ തുടങ്ങി. പിന്നെയും കള്ളന്മാര മാതിരി ജീവിക്കാൻ തുടങ്ങി. फिर सालाना इम्तिहान हुआ और कुछ ऐसा संयोग हुआ कि मैं फिर पास हुआ और भाई साहब फिर फेल हो गए. ഇനി നെക്സ്റ്റ് എക്സാമും കഴിഞ്ഞ് അതിലും ഇവൻ പാസ്സായി, ഭായ് സാബ് ഫെയിൽ ആയിപ്പോയി. मैंने बहुत मेहनत नहीं की पर न जाने कैसे दर्जे में अव्वल आ गया. ഞാൻ അത്ര ഹാർഡ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എങ്ങനെയാണെന്നറിയില്ല, ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് തന്നെ നേടി. मुझे खुद अचरज हुआ. भाई साहब ने प्राणांतक परिश्रम किया. അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഭായ് സാബ് ആണെങ്കിൽ മരിച്ച് പഠിച്ചിരിക്കണം, അത്രയും ഹാർഡ് വർക്ക് ചെയ്തിരിക്കണമെന്ന്. कोर्स का एक एक शब्द चाट गए थे. 10 बजे रात तक इधर, 4 बजे भोर से उधर, 6 से 9:30 तक स्कूल जाने के पहले. അപ്പോൾ ഭായ് സാബ് എത്രയോ പഠിച്ചിരിക്കുന്നു, ഓരോ വേർഡ് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി നക്കി തുടച്ചിരിക്കണമെന്ന്. രാത്രി 10 മണി മുതൽ വരെ രാത്രി, പിന്നെ രാവിലെ 4 മണി മുതൽ അങ്ങോട്ടേക്ക്, പിന്നെ 6:30 മുതൽ സ്കൂളിൽ പോണ വരെ അത്രയും സമയം പഠിച്ചിട്ടുണ്ട് ഭായ് സാബ്. മുദ്ര കാന്തിഹീൻ ഹോ ഗയി थी मगर बेचारे फेल हो गए थे. मुझे उन पर दया आती थी. അപ്പോൾ എനിക്ക് പാവം തോന്നി. നതീജ സുനായ ഗയാ तो वो रो पड़े. റിസൾട്ട് വന്നപ്പം ഭായ് സാബ് കരഞ്ഞു പോയി. मैं भी रोने लगा. അപ്പോൾ അവർ റിസൾട്ട് കേട്ടപ്പോൾ തന്നെ രണ്ടാളും കരയാൻ തുടങ്ങി. अपने पास होने की खुशी आधी हो गई. मैं भी फेल हो गया होता तो भाई साहब को इतना दुख न होता, लेकिन विधि की बात कौन टाले. അപ്പോൾ ഇവന് പാസ്സായത് തന്നെ അവനക്ക് സങ്കടമായിപ്പോയി. അവൻ്റെ പാസ്സായ സന്തോഷം തന്നെ പാതിയായിപ്പോയി. അവൻ ആലോചിക്കാണ്, ഞാനും ഫെയിലായിരുന്നാൽ മതിയേനി, അപ്പോൾ ഭായ് സാബിന് ഇത്ര സങ്കടം ആവില്ലേനി. പക്ഷേ ഇതൊക്കെ വിധിയല്ലേ, അത് ആർക്കാണ് ഇല്ലാതാക്കാൻ പറ്റുക. मेरे और भाई साहब के बीच अब केवल एक दर्जे का अंतर और रह गया. ഇപ്പോൾ ഭായ് സാബ് ഓൻ തമ്മിൽ ഒരു സ്റ്റാൻഡേർഡിൻ്റെ വ്യത്യാസം മാത്രമായിരുന്നു. मेरे मन में एक कुटिल भावना उदय हुई कि कहीं भाई साहब 1 साल और फेल हो जाएं तो मैं उनके बराबर हो जाऊं, फिर वह किस आधार पर मेरी फजीहत कर सकेंगे. लेकिन मैंने इस विचार को दिल से बलपूर्वक निकाल डाला. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ ഇനിയൊരു കാര്യം വന്ന്, ഇനിയൊരു വർഷം ഞാൻ പാസ്സായി ഭായ് സാബ് ഫെയിലായാൽ ഞങ്ങൾ രണ്ടാളും ഒരേ ക്ലാസ്സിലായി പോവും. അപ്പോൾ ഭായ് സാബ് എങ്ങനെ എൻ്റെ ഇൻസൾട്ടൊക്കെ ചെയ്യുക. പക്ഷേ ഈ വിചാരം ഓൻ എന്തോ കഷ്ടപ്പെട്ട് അവൻ്റെ മനസ്സിൽ നിന്ന് പുറത്തേക്കാക്കി.
आखिर वह मुझे मेरे हित के विचार से ही तो डांटते हैं। आफ्टर ऑल भाई साहब എന്നെ എൻ്റെ നന്മക്ക് വേണ്ടിയിട്ടല്ലേ എന്നെ ചീത്ത പറയുന്നത്। मुझे इस वक्त अप्रिय लगता है अवश्य, मगर यह शायद उनके उपदेशों का ही असर है कि मैं दनादन पास हो जाता हूँ और इतने अच्छे नंबरों से। അപ്പോൾ അവൻ പറയാം ഇതെനിക്ക് ഇഷ്ടമില്ല, പക്ഷെ എൻ്റെ നന്മക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ചിലപ്പോൾ ഇങ്ങനെ എന്നെ ഉപദേശിച്ചതുകൊണ്ടായിരിക്കും ഞാൻ പഠിച്ചിട്ട് എനിക്ക് മാർക്കൊക്കെ കിട്ടി പോണത്, ഞാൻ നല്ല മാർക്കൊക്കെ നേടി പാസ്സായി പോണത്. अब भाई साहब बहुत कुछ नरम पड़ गए थे. ഇപ്പോൾ भाई साहब ഭയങ്കര കുറച്ച് വീക്കായി പോയിന്. कई बार मुझे डांटने का अवसर पाकर भी उन्होंने धीरज से काम लिया. കുറേ പ്രാവശ്യം അവന് ചീത്ത പറയാനുള്ള അവസരം കിട്ടിയിട്ടും ഭായ് സാബ് കുറച്ച് ഒരു कंट्रोल ചെയ്ത്. शायद अब वह खुद समझने लगे थे कि मुझे डांटने का अधिकार उन्हें नहीं रहा, या रहा भी तो बहुत कम. അപ്പോൾ ലേഖക് പറയാം, ഇപ്പോൾ ഭായ് സാബ്ക്ക് മനസ്സിലാക്കി ഇനി എന്നെ ചീത്ത പറയാനുള്ള അധികാരം മൂപ്പർക്കില്ല, ഉണ്ടെങ്കിൽ അത് വളരെ കുറവേ ഉള്ളൂ എന്ന്. मेरी स्वच्छंदता भी बढ़ी. मैं उनकी सहिष्णुता का अनुचित लाभ उठाने लगा. അപ്പോൾ ഇവൻ്റെ ഫ്രീഡമും കുറച്ച് കൂടി. അവൻ വന്ന് ഭായ് സാബിൻ്റെ പേടിയില്ലാതായി. ഭായ് സാബ് ഒന്ന് സോഫ്റ്റ് ആയതിൻ്റെ അവന് കുറച്ച് പ്രോഫിറ്റ് എടുക്കാൻ തുടങ്ങി, ലാഭം എടുക്കാൻ തുടങ്ങി. मुझे कुछ ऐसी धारणा हुई कि मैं पास ही हो जाऊंगा, पढ़ूं या न पढ़ूं. मेरी तकदीर बलवान है. इसीलिए भाई साहब के डर से जो थोड़ा बहुत पढ़ लिया करता था वह भी बंद हुआ. ഇപ്പോൾ അവനക്ക് ഭയങ്കര ഒരു അഹങ്കാരം തന്നെ പറയാം. അവനക്കിപ്പോൾ മനസ്സിലെന്താ, ഞാൻ എന്തായാലും പാസ്സാവും, പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ ഞാൻ പാസ്സാവും. അപ്പോൾ ഭായ് സാബിൻ്റെ പേടിയില്ലാതായല്ലോ. പണ്ട് ആ പേടിയുള്ളതുകൊണ്ട് കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിക്കും, ഇപ്പോൾ അതും നിന്ന്. मुझे कनकोए उड़ाने का नया शौक़ पैदा हो गया था और अब सारा समय पतंगबाजी की ही भेंट होता था. फिर भी मैं भाई साहब का अदब करता था और उनकी नज़र बचाकर कनकौआ उड़ाता था. കൺകൗവ മീൻസ് കൈറ്റ്. ഇപ്പോൾ പുതിയ ട്രെൻഡ് എന്തായിരുന്നു, കൈറ്റ് ഫ്ലൈ ചെയ്യാനാണ് ലേഖക്കിന് ഇഷ്ടമുണ്ടായത്. ഇപ്പോൾ ഏത് സമയം ആ പണി തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഭായ് സാബിന് അവൻ റെസ്പെക്റ്റ് കൊടുത്തിരുന്നു. ഭായ് സാബിൻ്റെ മുന്നിൽ കൂടെ ഒന്നും കളിക്കാൻ പോകില്ല, ഭായ് സാബ് അറിയാതെയാണ് കളിച്ചിരുന്നത്. ഇപ്പോഴും मांझा देना, कन्ने बांधना, पतंग टूर्नामेंट की तैयारियां आदि समस्याएं सब गुप्त रूप से हल की जाती थी. मैं भाई साहब को यह संदेह न करने देना चाहता था कि उनका सम्मान और लिहाज मेरी नज़रों में कम हो गया है. അപ്പോൾ അവനൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ഒക്കെ രഹസ്യമായിട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ കൈറ്റിനെ ഫ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ റോപ്പില്ലേ, അതിനെ മാഞ്ചാന്ന് പറയാം. അപ്പോൾ ആ മാഞ്ച, പിന്നെ കൈറ്റ് ടൂർണമെൻറ്റ് റെഡിയാക്കുക, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ സീക്രട്ടായിട്ട് അവൻ ചെയ്തിരുന്നു. അവൻക്ക് എന്തായിരുന്നു, ഭായ് സാബിൻ്റെ കണ്ണിൽ അവൻ റെസ്പെക്റ്റ് ഇല്ല, ഇപ്പോൾ തീരെ അവന് ഭായ് സാബിനെ റെസ്പെക്റ്റ് കൊടുക്കില്ല. അങ്ങനെ ഭായ് സാബിൻ്റെ മനസ്സിൽ വരരുത്, അതിനവന് പ്രത്യേകം നോക്കിയിരുന്നു. एक दिन संध्या समय हॉस्टल से दूर में एक कनकौआ लूटने बेतहाशा दौड़ा जा रहा था. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം സമയമാകുമ്പോൾ ഹോസ്റ്റലിന് കുറച്ച് ദൂരം ഒരു കൈറ്റ് ഇങ്ങനെ പിടിക്കുക. ഈ കൈറ്റ് വന്ന് രണ്ടാൾ കൈറ്റ് കളിക്കുമ്പം ഒരാളുടെ കൈറ്റിൻ്റെ റോപ്പിനെ കൊണ്ട് മറ്റേ കൈറ്റിനെ പൊട്ടിക്കാൻ കഴിയും. എന്നിട്ട് ആ റോപ്പിനെ പൊട്ടിപ്പോൾ മറ്റേ കൈറ്റ് വീഴില്ല, അത് ഓടിപ്പോയി ഇവർ സ്വന്തമാക്കും ആ കൈറ്റിന്. അങ്ങനെ കിട്ടുന്ന കൈറ്റ് അവർ സ്വന്തമൊക്കെ എടുക്കും. അതിനെ പറയുക കൈറ്റിന് കങ്കൗവ ലൂട്ടന. അപ്പോൾ അങ്ങനെ ഒരു കൈറ്റ് വീഴ്ത്തിയിട്ട് ഇവനത് എടുക്കാൻ വേണ്ടി പായാണ്. आंखें आसमान की ओर थी और मन उस आकाशगामी पथिक की ओर जो मंद गति से झूमता पतन की ओर चला आ रहा था. मानो कोई आत्मा स्वर्ग से निकलकर विरक्त मन में से नए संस्कार ग्रहण करने जा रही हो. അപ്പോൾ ഇവന് ഫുൾ ഓടാണ് ആ കൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഫുൾ ഇവൻ്റെ കണ്ണ് ആ കൈറ്റുമ്പോൾ തന്നെയാണ്. ആ കൈറ്റാണെങ്കിലോ മെല്ലെ മെല്ലെ അങ്ങോട്ട് ഇങ്ങോട്ട് പറന്ന് മെല്ലെ മെല്ലെ താന്ന് വരികയാണ്. അപ്പോൾ ഇവൻ പറയാണ്, ഇത് ഏതോ ഒരു ആത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മാതിരിയൊക്കെ ഉണ്ട് ആ കൈറ്റിനെ കണ്ടിട്ട് എന്ന്. बालकों की पूरी सेना लग्गे और झागदार बांस लिए इनका स्वागत करने को दौड़ी आ रही थी. किसी को अपने आगे पीछे की खबर न थी. सभी मानो उस पतंग के साथ ही आकाश में उड़ रहे थे जहाँ सब कुछ संभलता है. न मोटर कार हैं, न ट्राम, न गाड़ियाँ.
അപ്പോൾ ഇവൻ പറയാൻ എല്ലാ കുട്ടികളും ഓടി വരികയാണ് ആ കൈറ്റിനെ സ്വന്താക്കാൻ. അപ്പോൾ എല്ലാവരും ആകാശത്തിലേക്ക് നോക്കി ഓടാൻ. ആർക്കും ഒരു ബോധമില്ല അടുത്തുള്ള ആരാണ്, ഒരു എവിടെ ഓടുന്ന ഒരു നോട്ടവും ഇല്ല. അവിടെ കാറ് വരണോ ട്രാം വരണോ വണ്ടി വരണോ ഒന്നും നോക്കണില്ല. सहसा भाई साहब ने मेरी मुठभेड़ हो गई, जो शायद बाजार से लौट रहे थे. ഇങ്ങനെ ഓടി ചെന്നപ്പോൾ അവൻ ഭായ് സാഹിബിനെ ഏറ്റുമുട്ടി. ഭായ് സാഹിബ് പീടികയിൽ പോയി സാധനമൊക്കെ വാങ്ങി വരായിരുന്നു. उन्होंने वहीं हाथ पकड़ लिया और उग्र भाव से बोले, इन बाजारी लड़कों के साथ धेले में कनकौवे के लिए दौड़ते तुम्हें शर्म नहीं आती. അപ്പോൾ അവൻ പറയാം, ഈ ഇവിടുത്തെ ചെക്കന്മാരെ കൂടെ ഓടിക്കളിക്കാൻ എനിക്ക് എന്താ നാണം വരുന്നില്ല? तुम्हें इसका भी कुछ लिहाज नहीं है. अब नीची ज़मीन में नहीं हो बल्कि 8वीं जमात में आ गए हो और मुझसे केवल एक दर्जा नीचे हो. आखिर आदमी को कुछ तो अपनी पोजीशन का ख्याल रखना चाहिए. അപ്പോൾ അവൻ ചീത്ത പറയാണ്, നീ ഇപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല, നീ 8th സ്റ്റാൻഡേർഡ് എത്തിയിട്ടുണ്ട്, എന്നെക്കാളും ഒരു സ്റ്റാൻഡേർഡ് ചെറുതുള്ളൂ. നീ ഇപ്പോൾ മനുഷ്യന്മാരായില്ലെങ്കിൽ ദേ ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ പൊസിഷൻ. നോ, एक ज़माना था कि लोग 8वां दर्जा पास करके नायब तहसीलदार हो जाते थे. പവൻ പറയാൻ, ഒരു കാലത്ത് 8th സ്റ്റാൻഡേർഡ് മതി, 8th സ്റ്റാൻഡേർഡ് പാസ്സായ ആൾക്കാർ തഹसीलदारൊക്കെ ആവും. मैं कितने ही मिडिलचियों को जानता हूँ जो आज अव्वल दर्जे के डिप्टी मजिस्ट्रेट या सुपरिटेंडेंट हैं. പവൻ പറയാൻ, ഞാൻ എത്രയോ ഈ അതിൻ്റെ ശേഷം പഠിക്കാത്ത ആൾക്കാർ അവരാണ് പറയാം മിഡിലച്ചിയോ. അവൻ എത്രയോ മിഡിലച്ചിയോന്ന് അറിയാം. അവർ ഇപ്പോൾ डिप्टी मिनिस्टറും सुपरिटेंडेंट ഒക്കെ ആയിട്ടുണ്ട്. कितने ही 8वीं जमात वाले हमारे लीडर और समाचार पत्रों के संपादक हैं. ഇപ്പോൾ അവൻ പറയാം, എത്രയോ 8th സ്റ്റാൻഡേർഡ് പാസ് ഔട്ടായ ആൾക്കാർ ഇപ്പോൾ നമ്മൾ നല്ല നല്ല ലീഡേഴ്സും നമ്മൾ ന്യൂസ് പേപ്പേഴ്സിൻ്റെ എഡിറ്ററൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട് എന്ന്. बड़े बड़े महान उनकी आत्महत्या में काम करते हैं और तुम उसी 8वें दर्जे में आकर बाजारी लौंडों के साथ कनकौवे के लिए दौड़ रहे हो. അപ്പോൾ അവൻ പറയാന്, ഈ സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡിൽ എത്തിയിട്ട് പാസ് ഔട്ടായ ആൾക്കാർ എത്ര വലിയ വലിയ നിലയിൽ എത്തിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് നീ ഇപ്പോൾ ആ സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുണ്ട്, എന്നിട്ട് നീ ഈ കുട്ടികൾ ഈ മാർക്കറ്റ് സൈഡിൽ കളിക്കുന്ന കുട്ടികളെ കൂടെ ഒരു കയറ്റിനും വേണ്ടിയിട്ട് ഓടുകയാണോ? मुझे तुम्हारी इस काम अकली पर दुख है. എനിക്ക് നിൻ്റെ ഈ ബുദ്ധിയില്ലായ്മയിൽ കണ്ടിട്ട് സങ്കടമുണ്ട് കേട്ടോ. तुम ज़हीन हो, इसमें शक नहीं, लेकिन वह ज़हन किस काम का जो हमारे आत्मगौरव की हत्या कर डाले. ഇപ്പോൾ ജഹീൻ മീൻസ് ബുദ്ധിമാൻ. അപ്പോൾ അവൻ പറയാം, എനിക്കറിയാം എനിക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷേ ഈ ബുദ്ധി ഉണ്ടായിട്ട് എന്താ കാര്യം? എൻ്റെ സെൽഫ് ഇമേജ് ഇല്ലാതാക്കാണല്ലോ നീ. तुम अपने दिल में समझते होगे मैं भाई साहब से महज एक दर्जा नीचे हूँ और अब उन्हें मुझको कुछ कहने का हक नहीं है, लेकिन यह तुम्हारी गलती है. ഇപ്പോൾ ഭായ് സാഹബ് പറയാം, നീ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്നെക്കാളും ഒരു സ്റ്റാൻഡേർഡ് അല്ലേ മൂത്തത്, അപ്പോൾ ഇതൊന്നും പറയാനുള്ള അധികാരം എനിക്കില്ലയെന്ന്. പക്ഷെ നീ ചിന്തിക്കുന്നത് തെറ്റാണ്. मैं तुमसे 5 साल बड़ा हूँ और चाहे आज तुम मेरी ही जमात में आ जाओ और परीक्षकों का यही हाल है तो निस्संदेह अगले साल तुम मेरे समकक्ष हो जाओगे और शायद 1 साल बाद मुझसे आगे भी निकल जाओ. लेकिन मुझ में और तुम में जो 5 साल का अंतर है उसे तुम क्या खुदा भी नहीं मिटा सकता. അപ്പോൾ അവൻ പറയാണ്, ഇപ്പോൾ വേണമെങ്കിൽ നീ എന്നെക്കാളും ഒരു ക്ലാസ് ചെറുതാവ്, പക്ഷേ നമ്മൾ എക്സാമിനേഴ്സ് ഇങ്ങനെ തന്നെ ആയാലും അടുത്ത വർഷം ചിലപ്പോൾ നീ എൻ്റെ ക്ലാസ്സിൽ തന്നെ വരും, വേണമെങ്കിൽ നീ എന്നെ തോപ്പിച്ച് എന്നെക്കാളും മുന്നിലും പോവും. പക്ഷേ എന്തായാലും നമ്മൾ തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസമില്ല 5 വർഷം, അത് സ്വയം ദൈവം വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റൂല. मैं तुमसे 5 साल बड़ा हूँ और हमेशा रहूँगा. ഞാൻ എന്നെക്കാളും 5 വർഷം മൂത്തതാണ്, അത് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. मुझे दुनिया का और ज़िंदगी का जो तजुर्बा है तुम उसकी बराबरी नहीं कर सकते, चाहे तुम MA और DPhil और DLit ही क्यों ना हो जाओ. അപ്പോൾ അവൻ പറയാം, നീ വേണമെങ്കിൽ MA ചെയ്തോ അല്ലെങ്കിൽ DPhil അല്ലെങ്കിൽ DLit ഇങ്ങനത്തെ ഡിഗ്രിയൊക്കെ എന്ത് ഡിഗ്രി വേണമെങ്കിൽ എടുത്തോ, പക്ഷെ ഞാൻ എന്നെക്കാളും മൂത്തത് തന്നെ ആയിരിക്കും. എനിക്ക് എന്നെക്കാളും എക്സ്പീരിയൻസ്, തജൂർബ മീൻസ് എക്സ്പീരിയൻസ്, ലൈഫിൻ്റെ എക്സ്പീരിയൻസ് എന്നെക്കാളും കൂടുതൽ തന്നെ ആയിരിക്കും. समझ किताबें पढ़ने से नहीं आती, दुनिया देखने से आती है. അപ്പോൾ അവൻ പറയാന്, നമുക്ക് നോളജ് വന്ന് വരും ബുക്ക് പഠിച്ചിട്ടല്ല നോളജ് വരുന്നത്, ഈ വേൾഡ് നോക്കിയിട്ടാണ് നോളജ് വരുന്നത്. हमारी अम्मा ने कोई दर्जा नहीं पास किया और दादा भी शायद 5वीं 6ठी जमात के आगे नहीं पढ़ गए, लेकिन हम दोनों चाहे सारी दुनिया की विद्या पढ़ लें, अम्मा और दादा को हमें समझाने और सुधारने का अधिकार हमेशा रहेगा.
അപ്പോൾ അവൻ പറയാണ് നമ്മൾ വേണമെങ്കിൽ എത്രയും വേണമെങ്കിൽ അപ്പോൾ അവൻ പറയാണ് അമ്മ വന്ന് തീരെ സ്കൂളൊന്നും പോയി ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. ദാദാ ആവട്ടെ ഒരു 5th or 6th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടില്ല, അതിൻ്റെ ശേഷം പഠിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് ഈ ഫുൾ വേൾഡ് കണ്ടിട്ടുള്ള നോളജ് ഉണ്ട്. അപ്പോൾ അവർ എന്തായാലും ആയാലും പഠിക്കാത്ത അവസ്ഥയിലും നമ്മളെ പറഞ്ഞു കൊടുക്കാനുള്ള അധികാരം അവർക്കുണ്ട്. केवल इसलिए नहीं कि वे हमारे जन्मदाता हैं, बल्कि इसीलिए कि उन्हें दुनिया का हमसे ज़्यादा तजुर्बा है और रहेगा. അപ്പോൾ അവൻ പറയാം അവർ നമ്മൾ ജന്മം കൊടുത്തതുകൊണ്ട് മാത്രമല്ല നമ്മളെക്കാളും അവർക്ക് വിവരമുള്ളത്, പക്ഷെ അവർ ഈ വേൾഡിൽ കുറേ കണ്ട് വന്ന ആൾക്കാരാണ്. അവർക്ക് നമ്മളെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് അവർക്ക് നമ്മളെ മേലെ അധികാരവും ചെയ്യാം. अमेरिका में किस तरह की राजव्यवस्था है और 8वें हेनरी ने कितने व्याह किए और आकाश में कितने नक्षत्र हैं, यह बातें चाहे उन्हें न मालूम हो, लेकिन हज़ारों ऐसी बातें हैं जिनका ज्ञान उन्हें हमसे और तुमसे ज़्यादा है. അപ്പോൾ അവൻ പറയണേ അമേരിക്കയിൽ എത്ര ടൈപ്പ് ഓഫ് റൂളിംഗ് ഗവർണൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ 8വാം ഹെൻറിന് എത്ര കല്യാണം കഴിഞ്ഞത്, ഇല്ലെങ്കിൽ ആകാശത്തിൽ എത്ര നക്ഷത്രം ഉണ്ട്, ഇതൊന്നും അവർക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എന്തായാലും അവർക്ക് നമ്മളെക്കാളും എന്നെക്കാളും കൂടുതൽ വിവരമുണ്ട്. देव न करे आज मैं बीमार हो जाऊं तो तुम्हारे हाथ पांव फूल जाएंगे. दादा को तार देने के सिवा तुम्हें और कुछ न सूझेगा, लेकिन तुम्हारी जगह दादा हो तो किसी को तार न दें, न घबराएं, न बदहवास हों. ഇപ്പോൾ ഭായ് സാബ് പറഞ്ഞെടുക്കാണ്, ഇപ്പോൾ ഗോഡ് ഫോർബിഡ് ഇഫ് ഐ ബിക്കം ഇൽ, ഞാനിപ്പോൾ സുഖമില്ലാതായാൽ എന്താവും, നീ പേടിച്ച് പോവും, നീ വേഗം ദാദാക്ക് ലെറ്റർ എഴുതും, അത്രേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. പക്ഷെ എൻ്റെ സ്ഥാനത്ത് നമ്മൾ ദാദാണ് ഇവിടെ ഉണ്ടെങ്കിലോ തീരെ പേടിക്കൂല. പെഹലെ ഖുദ് മരജ് പഹചാൻ കർ ഇലാജ് കरेंगे, उसमें सफल न हुए तो किसी डॉक्टर को बुलाएंगे. അപ്പോൾ ദാദാ എന്താക്കും, ഫസ്റ്റ് എന്താ ആയി എന്ന് നോക്കിയിട്ട് അതിനുള്ള മരുന്ന് ദാദാ നമുക്ക് കൊടുക്കും. അതിനെ കൊണ്ട് ശരിയായില്ലെങ്കിൽ പിന്നെ ഡോക്ടറിനെ വിളിക്കും. बीमारी तो खैर बड़ी चीज़ है, हम तुम तो इतना भी नहीं जानते कि महीने भर का खर्च महीना भर कैसे चले. അപ്പോൾ ഇവൻ പറയാണ് ബിമാരിയൊക്കെ ഡിസീസൊക്കെ വലിയ വലിയ വർത്താനാണ്, പക്ഷെ എനിക്കും ഇത്ര വരെ അറിയില്ല. ഒരു മാസത്തിൽ നമുക്ക് വരുന്ന ചിലവ് നമ്മൾ എങ്ങനെയാണ് നടത്തുന്നതെന്ന് വരെ നമുക്ക് അറിയില്ല. जो कुछ दादा भेजते हैं उसे हम 20-22 तक खर्च कर डालते हैं और फिर पैसे को मोहताज हो जाते हैं. नाश्ता बंद हो जाता है, धोबी और नाई से मुंह चुराना लगते हैं. लेकिन जितना आज हम और तुम खर्च कर रहे हैं उसके आधे में दादा ने अपनी उम्र का बड़ा भाग इज्जत और नेकनामी के साथ निभाया है और कुटुंब का पालन किया है, जिसमें सब मिलकर 9 आदमी थे. അപ്പോൾ അവൻ പറയാണ് നമ്മൾ രണ്ടാളുടെ അവസ്ഥ എന്താണ്, നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസ ആണെങ്കിലോ നമ്മൾ ഒരു 22 days ആകുമ്പോഴത്തേനും അതിനെ തീർക്കും. പിന്നെ എന്താണ് അവസ്ഥ, പൈസ ഇല്ലാതാവും, പിന്നെ നമ്മൾ നാഷ്ട കഴിക്കൂല, പിന്നെ നമ്മൾ തുണി കഴുകാൻ കൊടുക്കുന്ന ആളുടെ അടുത്തു നിന്നും അല്ലെങ്കിൽ ബാർബറിൻ്റെ അടുത്തു നിന്നും ഒക്കെ ഒളിച്ച് നടക്കാൻ സമയം, അപ്പോൾ കടമായി പോയി ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ അടുത്തു നിന്ന് മുഖം ഒളിപ്പിച്ച് നടക്കുന്ന ഒരു അവസ്ഥ വരും. പക്ഷേ നമ്മൾ ഈ പ്രായത്തിൽ ഇതിനേക്കാളും കുറവ് പൈസ ആയിട്ടുമായിരുന്നു നമ്മൾ ദാദാ ജീവിച്ചത് എങ്ങനെയായിരുന്നു, നല്ല റെസ്പെക്റ്റ്ഫുൾ ലൈഫായിരുന്നു, ഒരു നല്ല പേരൊക്കെ ആയിരുന്നു, അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും കുറവ് പൈസ ഉണ്ടായിട്ടും. എന്നിട്ട് ഒരു ഫുൾ ഫാമിലീനെ നോക്കിയിട്ടുണ്ട്. ആ ഫാമിലിയിൽ 9 ആൾക്കാരുള്ള ഫാമിലീനെ ദാദാ നല്ലപോലെ നോക്കിയിട്ടുണ്ട്. अपने हेडमास्टर साहब ही को देखो, एमए हैं कि नहीं, और यहाँ के एमए नहीं ऑक्सफर्ड के 1000 रुपये पाते हैं, लेकिन उनके घर का इंतज़ाम कौन करता है, उनकी बूढ़ी माँ. हेडमास्टर साहब की डिग्री यहाँ बेकार हो गई. पहले खुद घर का इंतज़ाम करते थे, खर्च पूरा न पड़ता था, कर्जदार रहते थे. जब से उनकी माताजी ने प्रबंध अपने हाथ में ले लिया है, जैसे घर में लक्ष्मी आ गई है. तो भाईजान यह गुरूर दिल से निकाल डालो कि तुम मेरे समीप आ गए हो और अब स्वतंत्र हो. അപ്പോൾ ഭായ് സാബ് ഇനിയൊരു എക്സാമ്പിൾ പറയാണ് ഹെഡ്മാസ്റ്ററിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്ത MA ആണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ആ ഡിഗ്രി ഒക്കെ വേസ്റ്റ് ആയിപ്പോയി. എന്താ വെച്ചാൽ ഒരു മാസത്തിൻ്റെ ചിലവ് നോക്കുമ്പം ശരിക്കും ചിലവ് ഫുള്ളാക്കാൻ പറ്റുന്നില്ല, ഫുൾ ചിലവായി പോകുന്നുണ്ട്. പിന്നെ അത് ഭയങ്കര കടത്തിലാണ് പെട്ടിരുന്നത്. അപ്പോൾ ഹെഡ്മാസ്റ്ററിൻ്റെ ഉമ്മ ആണ് ആ ചിലവ് ഏറ്റെടുത്ത
കേട്ടപ്പോൾ അതിൻ്റെ ശേഷം എന്തായി, വീട്ടിൽ ലക്ഷ്മി വന്ന മാതിരിയായി. ഇപ്പോൾ നല്ല പൈസ ഒക്കെ ഉണ്ട്, നല്ല സേവിങ്സ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ, ഇവർ പഠിച്ച ഡിഗ്രി അവർക്ക് യൂസ് ആയില്ല. അവരുടെ അമ്മയാണ് ഇപ്പോൾ വീട് കൊണ്ട് നടക്കണതെന്ന്. അപ്പോൾ ഇവൻ ചോദിക്കാൻ, ഇനിയിപ്പോൾ നീ എൻ്റെ മനസ്സിൽ അഹങ്കാരമൊക്കെ എടുത്ത് കളി, എന്നെക്കൊണ്ട് എനിക്കൊന്നും പറഞ്ഞു തരുവാൻ പറ്റൂല എന്ന് ആ അഹങ്കാരം നീ കളി, നീ ഇനി സ്വതന്ത്രനാണെന്ന് ആ വിചാരം മാറ്റിക്കാല. മേരെ ദേഖത്തെ തും ബേരാഹ് ന ചലനെ പാओगे, ഞാൻ ഇരിക്കുമ്പോൾ നീ വഴി തെറ്റി നടക്കാൻ എന്നെ ഞാൻ സമ്മതിക്കൂല എന്ന്. अगर तुम यो न मानोगे तो मैं थप्पड़ दिखाकर इसका प्रयोग भी कर सकता हूँ. मैं जानता हूँ तुम्हें मेरी बातें जहर लग रही हैं. അപ്പോൾ അവൻ പറയാണ്, നീ ഇപ്പോൾ എൻ്റെ വാക്ക് കേട്ടില്ലെങ്കിൽ എനിക്ക് എന്നെ ഒരു മുഖത്തൊരടി കൊടുക്കാനും എന്നെ കൊണ്ട് പറ്റും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പറയുന്നതൊക്കെ എനിക്ക് വിഷമായിട്ട് തോന്നുന്നുണ്ട് എന്ന്. मैं उनकी इस नई युक्ति से नतमस्तक हो गया. मुझे आज सचमुच अपनी लघुता का अनुभव हुआ और भाई साहब के प्रति मेरे मन में श्रद्धा उत्पन्न हुआ. അപ്പോൾ ലേഖക് പറയാൻ, ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ ഭായ് സാബിൻ്റെ മുന്നിൽ എത്ര ചെറിയ ആളാണ്, ഒരു ലഘുവായ ഒരു മനുഷ്യനാണ്. എനിക്കിപ്പോൾ ഭായ് സാബ് പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഭായ് സാബ് പറഞ്ഞതിൽ എനിക്കൊരു ശ്രദ്ധ വരുന്നുണ്ടെന്ന്. मैंने सजल आँखों से कहा, हरगिज़ नहीं, आप जो कुछ फरमा रहे हैं वह बिल्कुल सच है और आपको उसके कहने का अधिकार है. അപ്പോൾ അവൻ കണ്ണ് താഴ്ത്തി പറഞ്ഞില്ല, ഭായ് സാബ് നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾക്കത് പറയാനുള്ള ഫുൾ അധികാരം ഉണ്ടെന്ന് ഇവൻ മനസ്സിലാക്കി. भाई साहब ने मुझे गले से लगा लिया और बोले, मैं कौवे उड़ाने को मना नहीं करता, मेरा भी जी ललचाता है, लेकिन करूँ क्या, खुद बेराह चलूँ तो तुम्हारी रक्षा कैसे करूँ, यह कर्तव्य भी तो मेरे सिर है. അപ്പോൾ ഭായ് സാബ് പറഞ്ഞു കൊടുക്കാൻ, ഞാൻ എന്നോട് കൈറ്റ് ഫ്ലൈ ചെയ്യരുത് കളിക്കരുതെന്ന് പറയുന്നില്ല, എനിക്കും നല്ല മനസ്സുണ്ടാവും ഇങ്ങനെയൊക്കെ കളിക്കാൻ. പക്ഷെ ഞാൻ തന്നെ ഇങ്ങനെ വഴി തെറ്റി നടന്നാൽ പിന്നെ അന്നെ ഞാൻ എങ്ങനെ രക്ഷിക്കുക, ഇതെൻ്റെ കർത്തവ്യമല്ലേ. संयोग से उसी वक्त एक कटा हुआ कनकौवा हमारे ऊपर से गुजरा. उसकी डोर लटक रही थी. लड़कों का एक गोल पीछे पीछे दौड़ा चला आता था. भाई साहब लंबे हैं ही, उछल कर उसकी डोर पकड़ ली और बेतहाशा होटल की तरफ दौड़े. मैं पीछे पीछे दौड़ रहा था. അപ്പോൾ എന്തായി, ഈ വർത്താനം പറഞ്ഞ് നിൽക്കുമ്പം അവിടെ ആ കയറ് കെട്ടിയ കൈറ്റ് വന്ന് അവരെ മേലെ തന്നെ വന്ന് നിന്നു. ആ കൈറ്റിൻ്റെ പുറകെ കുറേ കുട്ടികൾ ഓടി വരാൻ ആ കൈറ്റിനെ പിടിക്കാൻ. കൈറ്റിൻ്റെ കയറ് വന്ന് അവരെ മേലെ തന്നെ ഉണ്ടായിരുന്നു. ഭായ് സാബ് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് വേഗം ചാടി ആ കൈറ്റിൻ്റെ കയറിനെ പിടിച്ച് മുന്നോട്ട് ഹോസ്റ്റലിൻ്റെ അവിടേക്ക് ഓടിപ്പോയി. അത് കണ്ട് ഞാനും റൈറ്ററും ബാക്കിൽ തന്നെ ഓടി. അപ്പോൾ such a nice touching story, Okay, such good big brothers are indeed a blessing. Okay children, hope you all enjoyed the lesson. Bye.